സാക്ഷിയാകുവാൻ വിളിക്കപ്പെട്ട വ്യക്തിയാണ്. ഞാൻ കുലുങ്ങിപ്പോകത്തില്ല. ദൈവത്താൽ ഞാൻ അത്ഭുത സാക്ഷ്യമായി തീരും. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ തുടർമാനമായിട്ട് നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടുവരുന്നു. തുടർച്ചയായിട്ട് കർത്താവിൻ്റെ പ്രവൃത്തികളെ നാം വർണ്ണിച്ചു വരുന്നു. ഇന്നും നമുക്ക് കർത്താവിൻ്റെ ക്രൂശിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാം. ഈ വരും ദിവസങ്ങളിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് വലിയ ദൈവപ്രവൃത്തിയുടെ സാക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ബലപ്പെടുത്തുന്നതാണ്, നമ്മളെ ശക്തീകരിക്കുന്നതാണ്. നിങ്ങളുടെ ഓരോ ദിവസവും കർത്താവിൽ സുരക്ഷിതമാണ്. എൻ്റെ ദൈവത്താൽ നാം അനുഗ്രഹിക്കും പ്രാപിക്കുക തന്നെ ചെയ്യും. നമുക്കിന്നും പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ സാധ്യത എന്നുള്ളത് ക്രിസ്തു യേശുവിൽ നമുക്ക് നൽകപ്പെട്ട ദൈവവചനമാണ്. ബൈബിൾ വചനം ഒരു കീ ആണ്. ഇന്നലെ നമ്മളൊരു സഹോദരിയുടെ സാക്ഷ്യം കേട്ടതുപോലെ, സഹോദരി ഹസ്ബൻഡിൻ്റെ സാക്ഷ്യം പറഞ്ഞല്ലോ, 16 വർഷമായിട്ടുണ്ടായിരുന്ന കാലിൻ്റെ രോഗം, 16 വർഷമായിട്ടുണ്ടായിരുന്ന അസുഖം, അതും വെച്ചുകൊണ്ട് അവർ ജോലി ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അവർക്ക് ആ വചന തിരിച്ചറിവുണ്ടായി, എങ്ങനെ പ്രാർത്ഥിക്കണമെന്നുള്ള അറിവുണ്ടായി. അതേപോലെ അവർ പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ ആ 16 വർഷമായി ഡോക്ടർ പോലും പറഞ്ഞു ഇനി ഇതിൻ്റെ അകത്ത് ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാനില്ല. ഡോക്ടർ പോലും പറഞ്ഞു, പക്ഷെ കർത്താവ് പറഞ്ഞിട്ടില്ല ഇല്ല. എന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും ഓർത്തോണം, നമ്മുടെ ജീവിതത്തിൽ ആ ദൈവപ്രവൃത്തിയെ തുറക്കുന്നൊരു കീ എപ്പോഴും ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ വിശ്വാസ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ആക്റ്റീവായി വരത്തുള്ളൂ. എത്ര വലിയ പ്രശ്നത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നവരാണെങ്കിലും നിങ്ങളോട് ഞാൻ പറയുകയാണ്, ഈ ദിവസങ്ങളിൽ ശ്രദ്ധിച്ചിരുന്നോണം. നിങ്ങൾക്ക് വേണ്ട സകല കാര്യങ്ങളും ബൈബിളിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കർത്താവിൻ്റെ ഈ സുവിശേഷം പറയുവാനും നിങ്ങളെയൊക്കെ ഇങ്ങനെ ശുശ്രൂഷിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായെങ്കിലും, ഒത്തിരി കാലങ്ങളല്ല എങ്കിലും കുറച്ച് കാലങ്ങൾ 2012 മുതൽ ആരംഭിച്ചതാണ്. അപ്പോൾ ഇതിനിടയിൽ പല ആളുകളെയും ഞാൻ പരിചയപ്പെട്ടു. ഒത്തിരി ആളുകൾ എൻ്റെ കൂടെ വന്നു, പല ആളുകൾ നിന്നു, പല ആളുകൾ തിരിച്ചുപോയി, പല ആളുകൾ പലപ്പോഴും എന്ത് ചെയ്തു, അവർക്ക് മടുത്തുപോയി പിന്മാറിപ്പോയവരുണ്ട്. എന്നാൽ ഈ കർത്താവിൻ്റെ വചനവുമായിട്ട് എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതെന്ന് തിരിച്ചറിഞ്ഞവർക്ക് മനസ്സിലായി. ഇത് കൂടുതൽ കേൾക്കുമ്പോൾ ഇതിൻ്റെ അകത്തുനിന്നുള്ള സകല കാര്യങ്ങളും എൻ്റെ മേലേക്ക് പ്രവൃത്തി തലത്തിലേക്ക് കൊണ്ടുവരും. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഈ മടുപ്പ് വരുന്നത് ഒരിക്കലും നെഗറ്റീവ് അല്ല. എൻ്റെ കൂടെ എന്ന് പറയാട്ടെ, മടുപ്പ് വരുന്നത് നെഗറ്റീവ് അല്ലെന്ന് പറ. നമ്മൾ പൊതുവെ പഠിച്ചിരിക്കുന്നത് ഈ മടുപ്പ് വരുന്നത് നെഗറ്റീവാണെന്നാണ് പൊതുവെ നമ്മൾ പഠിച്ചിരിക്കുന്നത്, അല്ലേ? നമുക്കൊരു നെഗറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഈ മടുപ്പ്. പക്ഷെ ബൈബിൾ പറഞ്ഞിരിക്കുന്നത് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. അപ്പം മടുപ്പ് ഒരിക്കലും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ നമ്മളെ നിരാശപ്പെടുത്തുന്നതല്ല. കർത്താവ് യേശു പറഞ്ഞു മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. അതിൻ്റെ അർത്ഥം അതിൻ്റെ അപ്പുറത്ത്, മടുപ്പിൻ്റെ അപ്പുറത്തൊരു പ്രവൃത്തി കിടപ്പുണ്ട്. ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ഞാൻ എൻകറേജ് ചെയ്യാൻ പറയുമല്ല. നമ്മൾ എൻകറേജ്മെന്റ് ഇവിടെ ഇല്ല, ബൂസ്റ്റപ്പ് ചെയ്യുന്ന പരിപാടിയില്ല. ഒരു കാര്യം ഉറപ്പാണ്, ദൈവത്തിൽ നിന്നുള്ള പ്രവൃത്തി നമ്മുടെ മുമ്പിൽ വരിക തന്നെ ചെയ്യും. നമുക്ക് അതിനായിട്ട് ഇന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഒരു വാക്യത്തെടുക്കാം. ക്രൂശിൻ്റെ വചനം തന്നെ നമുക്ക് ആശ്രയിക്കാം. പലവട്ടം പറഞ്ഞിട്ടുള്ള വചനമെങ്കിലും ഇന്നത്തെ ഈ ഒരു വചന ചിന്തയ്ക്കായിട്ട് ഞാൻ ആ വാക്യത്തെ ഇന്ന് ഉപയോഗിക്കുകയാണ്. കർത്താവ് നമുക്ക് ദയാലും കൃപാലുമായതുകൊണ്ട് ആ വചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുവാൻ ഇടയായിത്തീരും. ആ വചനത്തിലൂടെ ദൈവം നമ്മോട് ഇടപെടും. പരിചിതമായ വാക്യമാണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ അകത്ത് 1 കൊരിന്ത്യർ, നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യമാണ്. അവിടെ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമെങ്കിലും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയാകുന്നു. ശ്രദ്ധിച്ചോണം, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാണ്. ഞാൻ പറഞ്ഞു, ഈ കൊരിന്ത്യ സഭയെപ്പറ്റി നമ്മൾ കഴിഞ്ഞ ദിവസം തിരുവത്താഴത്തെ പറ്റി പറഞ്ഞ സമയത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചായിരുന്നു. ഈ കൊരിന്ത്യ സഭയുടെ, നിങ്ങൾ ചിന്തിക്കരുത്, ഈ കൊരിന്ത്യ ലേഖനം വായിക്കുന്ന സമയത്ത് പൗലോസ്ലീഹ ഇച്ചിരി ദേഷ്യത്തിലാണോ ഈ ലേഖനം എഴുതിയെന്ന് നമുക്ക് തോന്നാറുണ്ട്. നമ്മളോടാണോ ഈ ദേഷ്യപ്പെടുന്നത് നമുക്ക് ചിലപ്പോൾ ചിന്തിക്കാം. അല്ല, കൊരിന്ത്യയിലുള്ള ആളുകൾ ക്രിസ്തു യേശുവിൽ വന്നിട്ട് പിന്മാറിപ്പോയ ഒരു കൂട്ടരുണ്ട്. അപ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവരികയും അവരെ ശകാരിക്കുകയും അവരെ ഉറപ്പിക്കുകയും പിന്നെ അവരെ ബലപ്പെടുത്തുകയും മാനസാന്തരപ്പെടുത്താൻ അവസരം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമ്പ്രദായം അല്ലെങ്കിൽ ആ ഒരു പ്രസംഗമാണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം. അപ്പോൾ അതിൻ്റെ അകത്ത് കൊണ്ടുവരുമ്പോൾ പൗലോസ്ലീഹ പറയുകയാണ്, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാണ്. അപ്പം നിങ്ങളിപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഗലാത്യ ലേഖനം പറയുന്നു, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നു. ഗലാത്യർ 3-ാം അധ്യായത്തിന്റെ 13.
അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ഒരു വ്യക്തിയെ ക്രൂശിൽ തറച്ചു കൊന്നുകഴിഞ്ഞാൽ, പഴയ നിയമം ലേവ്യ പുസ്തകത്തിൽ പോലും പറഞ്ഞിട്ടുണ്ട്, ഒരു വ്യക്തി മരണയോഗ്യമായ ഒരു തെറ്റ് ചെയ്ത് ആ മനുഷ്യനെ മരത്തിന്മേൽ തൂക്കിക്കൊന്നാൽ ആ വ്യക്തിയുടെ ശരീരം വൈകുന്നേരം വരെ എന്ത് ചെയ്തരുത്? മരത്തിന്മേൽ തൂക്കിയിടരുത്. രാത്രിയാകുന്നതിന് മുമ്പ് ആ ശരീരം അടക്കം ചെയ്യണം. അല്ലെങ്കിൽ അങ്ങനെ മരിച്ച വ്യക്തി നിമിത്തം ആ ദേശം തന്നെ ശാപത്തിലാകുമെന്ന് ലേവ്യ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഇത് ബന്ധപ്പെടുത്തിയാണ് പൗലോസ് ലീഗ ഗലാത്യ ലേഖനത്തിൽ പറയുകയാണ്, ആ കാലഘട്ടത്തിൽ യഹൂദന്മാര് യേശുക്രിസ്തുവിന്റെ ക്രൂശ് കാണുമ്പോൾ യഹൂദനായ വ്യക്തികൾ പറയും, അയ്യോ ഇതൊരു ശാപമാണ്. മനസ്സിലാകുന്നുണ്ടോ? ലേവ്യ പുസ്തക പ്രകാരം അവർക്ക് കൊടുത്ത അറിവ് പ്രകാരം ഒരു വ്യക്തി മരണയോഗ്യമായ പാപം ചെയ്ത് മരത്തിന്മേൽ തൂങ്ങിയാൽ ആ വ്യക്തിയുടെ ശരീരം വൈകുന്നേരം അടക്കം ചെയ്തില്ലെങ്കിൽ, ഒന്നാമത് ആ വ്യക്തി ശപിക്കപ്പെട്ടവൻ. അങ്ങനെ ഒരു കൊലപാതകം നടന്നാൽ, അങ്ങനെ ഒരു ശിക്ഷ നടന്നാൽ, അങ്ങനെ ഒരു മരണം നടന്നാൽ, ബൈബിൾ പഴയ നിയമം യഹൂദ സമ്പ്രദായം പറയുന്നു ആ വ്യക്തി ശാപം ഉള്ള വ്യക്തിയാണ്. അപ്പൊ ഗലാത്യ ലേഖനം പറയുകയാണ്, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എഴുതിയിരിക്കുന്നത് പോലെ യേശു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇനി ആരെങ്കിലും പറയുകയാണ് പാരമ്പര്യ ശാപം നിങ്ങളുടെ മേൽ കിടപ്പുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഉടനെ പറയണം ഗലാത്യർ 3:13, ഒരു ശാപവും എന്റെ മേൽ ഫലിക്കത്തില്ല. നീ വഴിയെ പോകുന്ന ആരെങ്കിലും നിങ്ങളെ നോക്കി പറയുക, നീ മുടിഞ്ഞു പോകത്തേയുള്ളൂ, ജന്മത്തിൽ രക്ഷപ്പെടത്തില്ല, നീ ഗതി പിടിക്കത്തില്ല എന്ന് ആരെങ്കിലും നിങ്ങളെ നോക്കി ഇന്ന് പ്രാഗിയാൽ ഉടനെ പറയണം, ഒരു പ്രാക്കും ഏക്കത്തില്ല, യേശു എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ശാപമായി തീർന്നിരിക്കുന്നു. ഇപ്പൊ മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇവിടെ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഇത് ഭോഷത്വമാണ്. ഞാൻ പറഞ്ഞല്ലോ, അന്നത്തെ കാലഘട്ടത്തിൽ യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ശാപത്തിന്റെ അടയാളമായിട്ട് അവർ ക്രൂശിനെ കണ്ടത്. അങ്ങനെ മരിക്കുന്നയാൾ ശപിക്കപ്പെട്ടവനാണ്. ആ വ്യക്തിയുടെ ശരീരം അടക്കം ചെയ്തില്ലെങ്കിൽ ആ ദേശം പോലും ശാപത്തിലാകും. അതുകൊണ്ടാണ് ധൃതി പിടിച്ചവർ എന്ത് ചെയ്തത്? കർത്താവിന്റെ ശരീരം താഴെ ഇറക്കാനൊക്കെ ശ്രമിക്കുന്നത്. അപ്പൊ ഒരു കാര്യം ഉറപ്പിച്ചോണം, ക്രൂശിന്റെ വചനം അവർക്ക് ഭോഷത്വമാണെങ്കിൽ നമ്മളോട് പറയുന്നു, യേശുവിനെ കർത്താവും രക്ഷിതാവുമായി നിങ്ങൾ സ്വീകരിച്ചുവെങ്കിൽ നിങ്ങൾക്ക് അത് ദൈവത്തിന്റെ ശക്തിയാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവത്തിന്റെ ശക്തി ലഭിച്ചവരാ നമ്മള്. അപ്പൊ ഒരു ചോദ്യം, പിന്നെ എന്തുകൊണ്ടാ ബ്രദറെ നമ്മളിങ്ങനെ പല വിഷയത്തിന്റെ അകത്ത് ഇങ്ങനെ കുരുങ്ങിക്കിടക്കുന്നത്? ദൈവത്തിന്റെ ശക്തിയെ ഉപയോഗിക്കാത്തത് കൊണ്ടാണ്. ഇപ്പൊ മനസ്സിലായോ? ചില ആളുകൾ പറയും, ബ്രദറെ എനിക്ക് സൂം പ്രയർ എനിക്ക് അറിയത്തില്ല ബ്രദറെ, എങ്ങനെ ഇത് ഓണാക്കണം എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ അവരോട് പറയും, അപ്പൊ നിങ്ങൾ വാട്സാപ്പ് ഉണ്ടോ? അവർ പറയും ഉണ്ട് ബ്രദറെ, പക്ഷെ എനിക്ക് സൂം ഒന്നും ഉപയോഗിക്കാൻ അറിയത്തില്ല ബ്രദറെ. ഞാൻ ഇതൊന്നും എന്റെ ABCD പോലും വരത്തില്ല. അപ്പൊ ഞാൻ അവരോട് പറയും, സാരില്ലെന്ന് പറയത്തില്ല. ഞാൻ പറയും, പഠിക്കണം. കാശ് കൊടുത്ത് 10,000 രൂപ മേളിൽ വില കൊടുത്ത് 10,000 വില കൊടുത്ത് ഈ സ്മാർട്ട് ഫോൺ മേടിച്ചിട്ട് എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു ഉത്തരവല്ലത്. ഓ ബ്രദർ അതൊന്നും എനിക്ക് അറിയത്തില്ല. വാട്സാപ്പിലൂടെ മെസ്സേജ് അയക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ പറയും, നിങ്ങൾ സൂം പഠിച്ചേ പറ്റത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് ഫേസ്ബുക്കും വാട്സാപ്പും ഉപയോഗിക്കാം, പക്ഷെ ബ്രദറെ സൂം എനിക്ക് അറിയത്തില്ല. എനിക്കറിയത്തില്ല ബ്രദറെ, ഞാനിത് എന്ന് പഠിച്ചു വരാൻ, പഠിച്ചേ പറ്റത്തുള്ളൂ. ഞാൻ പറയും, പ്രാർത്ഥനയ്ക്ക് കയറണോ സൂം പഠിച്ചേ പറ്റത്തുള്ളൂ. കാര്യം നിങ്ങളിത് ഉപയോഗിക്കണം. പിന്നെ ഇതിലെ കാശ് കൊടുത്ത് മേടിച്ചത് എങ്കിൽ പിന്നെ നിങ്ങൾക്ക് 500 രൂപയുടെ ഫോൺ മേടിച്ചാൽ പോരായിരുന്നു, ഫോൺ ചെയ്യാൻ വേണ്ടി മാത്രം. കാശ് കൊടുത്ത് നിങ്ങൾ ഫോൺ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. ദൈവശക്തി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവശക്തി തന്നെ പ്രവർത്തിക്കത്തില്ല. മനസ്സിലായോ? നമ്മുടെ ചിന്തയെന്ന് വെച്ചു കഴിഞ്ഞാൽ എൻ്റെ കർത്താവേ എന്ന് വിളിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി ഉണ്ടാകുന്നതാണ്. തെറ്റാണ്. കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ എപ്പോഴും ശ്രദ്ധിച്ചോണം, പരിശുദ്ധാത്മാവിനെ പറ്റി പറയുന്നത് തന്നെ, പരിശുദ്ധാത്മാവ് വരുമ്പോഴോ പരിശുദ്ധാത്മാവ് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. പരിശുദ്ധാത്മാവ് നിങ്ങൾ വരയ്ക്കുന്ന വരയിലൂടെ വരത്തില്ല, നിങ്ങൾ പറയുന്നത് പോലെ പരിശുദ്ധാത്മാവ് പോകത്തില്ല. പരിശുദ്ധാത്മാവ് സത്യത്തിലൂടെ, അതായത് സത്യം എന്ന് പറഞ്ഞാൽ യോഹന്നാൻ 14 പറയും, ദൈവത്തിന്റെ വചനമാണ് ഈ സത്യം. അപ്പൊ ഈ വചനപ്രകാരം മാത്രമേ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യത്തുള്ളൂ. അപ്പൊ നിങ്ങളുടെ അകത്ത് ദൈവശക്തി ഉണ്ടെങ്കിൽ ആ ദൈവശക്തിയെ നാം ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ ആ ശക്തി കൊണ്ട് പ്രയോജനമുള്ളൂ. അല്ലെങ്കിൽ മരിക്കുന്നോളം വരെ നിങ്ങൾ കഷ്ടതയ്ക്കകത്തായിരിക്കും. അതുകൊണ്ടാണ് പലരും പറഞ്ഞേക്കുന്നത്, 2 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് മാറിയില്ലേ പറയും, ക്രിസ്തു നിമിത്തം ഞാനിത് അനുഭവിക്കുന്നു. സാരമില്ല, നമ്മളൊരു പാട്ടൊക്കെ പാടത്തില്ലേ, സാരമില്ലെന്ന് ഓർത്തിടുന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടൊക്കെ പാടാൻ കണ്ടിട്ടില്ലേ? നമുക്കിഷ്ടമാണ് പാട്ടൊക്കെ പാടാൻ. കാരണം എന്തുവാ, വിഷയം പ്രാർത്ഥിച്ചിട്ട് മാറിയില്ല. അപ്പൊ ഇതേപോലെ പ്രാർത്ഥിച്ചിട്ട് മാറാത്ത ആൾക്കാർ വന്നിട്ട് ഒരു പാട്ടം എഴുതും, സാരമില്ലെന്ന്, വിഷയമൊന്നും മാറിയില്ലേലും നമ്മൾ കർത്താവിനെ വിളിക്കും. ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ദൈവശക്തി ഉപയോഗിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്
ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളുടെ ദേഷ്യപ്പെട്ട് പറയുവല്ല, നമ്മൾ തിരിച്ചറിഞ്ഞോണം എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ശക്തി ലഭിച്ചിട്ടും നമ്മൾ രക്ഷപ്പെടാത്തത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ വലിയ ബൈബിൾ ഇരിപ്പുണ്ട്, നമ്മൾ പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്, നമ്മൾ ആരാധിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, കാണുന്ന എല്ലാ ബ്രദർമാരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, സ്വത്രാഴ്ച കൊടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ചലിക്കുന്നില്ല? ഞാൻ പറഞ്ഞില്ലേ, വലിയ സ്മാർട്ട് ഫോൺ കയ്യിലിരിപ്പുണ്ട്, പക്ഷെ ബ്രദറെ എനിക്ക് സൂമിൽ കയറാൻ അറിയത്തില്ല. അത് നിങ്ങളുടെ എക്സ്ക്യൂസ് മാത്രമാണ്, അതൊരു റീസൺ അല്ല. മനസ്സിലാകുന്നുണ്ടോ? അല്ലെ പിന്നെ നിങ്ങൾ ഈ കാശ് കൊടുത്തത് മേടിച്ച് നിങ്ങൾക്ക് അയ്യോ കഷ്ടമെന്നേ ഞാൻ പറയത്തുള്ളൂ. തിരിച്ചറിഞ്ഞോണം, ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ അകത്തൊരാഗ്രഹം വേണം, കർത്താവേ എനിക്ക് രക്ഷപ്പെടണം. നിങ്ങൾ വിശ്വാസ വീരന്മാരെ പറ്റി ബൈബിളിൽ വായിച്ചിട്ടുണ്ട്. എബ്രായ ലേഖനം വിശ്വാസ വീരന്മാർ 11-ാം അധ്യായത്തിൽ എടുക്കുന്നില്ല, പിന്നെ വായിച്ചാൽ മതി. എബ്രായ ലേഖനം വിശ്വാസ വീരന്മാർ എഴുതിയേക്കുന്നത്. അപ്പൊ വിശ്വാസത്തിൽ നാം വീരന്മാരായി തീരണം. മനസ്സിലാവുന്നുണ്ട്? വിശ്വാസത്തിൽ വീരന്മാർ. ഇപ്പൊ വിശ്വാസത്തിൽ സാധുക്കളില്ല, വിശ്വാസത്തിൽ അയ്യോഭാവങ്ങളില്ല, വിശ്വാസത്തിൽ വീരന്മാരേ ഉള്ളൂ. ഇപ്പൊ മനസ്സിലായിക്കോണം, നിങ്ങൾ വീരന്മാരാകണം വിശ്വാസത്തിൽ. എങ്ങനെ വിശ്വാസത്തിൽ വീരന്മാരായിരിക്കണം? ഒരു പ്രശ്നം വരും, എനിക്കറിയാം നിങ്ങൾ വളരെ സങ്കടപ്പെട്ടിരിക്കും അല്ലേ, നിങ്ങൾ വളരെ വ്യാകുലപ്പെട്ടിരിക്കുക, എങ്ങനെ ഇത് സോൾവ് ചെയ്യും? വളരെ സങ്കടത്തിൽ, ഒരു മനുഷ്യനും സഹായിക്കാനില്ലാത്ത. ഞാൻ പലപ്പോഴും പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി ബ്രദർമാരെയും പ്രവാചകന്മാരെയൊക്കെ അറിയാവുന്ന സമയത്താണ് ഞാൻ ഒറ്റപ്പെട്ടു പോയത്. നിങ്ങൾക്കറിയാവോ? നമ്മൾ ചിന്തിക്കും ഇവരെല്ലാവരും സമയമാകുമ്പോൾ നമ്മളെ സഹായിക്കുമെന്ന്. ഇതെല്ലാം വഴിയും അടഞ്ഞ് ഞാൻ നടു റോഡിൽ ഫോൺ ചെയ്തിട്ട് ഒരു മനുഷ്യനും എടുക്കാതെ കോട്ടയത്ത് നടു റോഡിൽ ഇടവഴിയിൽ കുറേ നേരം ബൈക്ക് വെച്ചിട്ട് സ്തംഭിച്ച് നിന്നു. എന്ത് ചെയ്യും? വിളിച്ചിട്ട് ഒരു ബ്രദർ റിപ്ലൈ തരുന്നില്ല, എല്ലാവരും തിരക്ക്, അതാണ് ഇതാണ്. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, കർത്താവേ നിന്നെ കൊണ്ട് മാത്രമേ ഞാൻ ഇപ്പം നിൽക്കുന്ന സിറ്റുവേഷനിൽ എന്നെ രക്ഷപ്പെടുത്താൻ കഴിയത്തുള്ളൂ. രണ്ടാമത്തെ പോയിന്റ് എനിക്ക് തിരിച്ചറിഞ്ഞു, കർത്താവേ നീ എന്നെ രക്ഷപ്പെടുത്തുന്ന ദൈവമാ. രക്ഷപ്പെടുത്തുമോ ഇല്ലയോ എന്നൊരു ചോദ്യത്തിന് പ്രശസ്തി ഇല്ല കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, യേശുവിന്റെ അടുക്കലേക്ക് വന്നിട്ട് കുഷ്ഠരോഗി വെച്ച്, കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുക എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, ഇന്ന് തിങ്കളാഴ്ചയല്ലേ, ഇന്നൊരു രക്ഷയില്ല, നീ പോയിട്ട് വ്യാഴാഴ്ച വാന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകുക എന്ന് പറഞ്ഞു. മനസ്സിലാവുന്നുണ്ട്? എനിക്ക് മനസ്സുണ്ട്. തിരിച്ചറിഞ്ഞോണം, ദൈവത്തിന് എന്നെ രക്ഷിക്കുവാൻ മനസ്സുണ്ട്. എൻ്റെ ദൈവത്താൽ ഞാൻ ഈ വിഷയത്തെ മറികടക്കും എന്ന് നിങ്ങൾ പറയുമ്പോൾ ദൈവശക്തി റിലീസാകും. മനസ്സിലാകുന്നുണ്ടോ? ഇത്രയും വലിയ പ്രതിസന്ധി മുമ്പിൽ നിൽക്കുമ്പോഴും പറ, എനിക്കറിയത്തില്ല, എൻ്റെ വൈഫിനോട് പറയണം, പേര് പറഞ്ഞിട്ട് പറയണം. ഞാനിപ്പോൾ വൈഫിനെ ഞാൻ സഹോദരിയായിട്ട് പറയണം, സഹോദരി, അല്ലെങ്കിൽ നീ ഒന്നും പറയുന്നില്ല, നിങ്ങളോട് ഞാൻ പറയുകയാണ്, സഹോദരി. മക്കളോട് പറയണം, ഭർത്താവിനോട് പറയണം, അച്ഛാ എന്നാന്ന് എനിക്ക് അറിയത്തില്ല, എനിക്ക് എന്നാ സംഭവം അറിയത്തില്ല, ഒരു കാര്യം ഉറപ്പാ, കർത്താവ് എന്നെ കൈവിടത്തില്ല. ബൈബിളിൽ തെളിവുണ്ട്. എടുക്കണം ആ വാക്യം, കണ്ടുപിടിക്കണം. ഞാൻ നിന്നെ കൈവിടത്തില്ലെന്ന് വചനമുണ്ടെങ്കിൽ ഈ പ്രശ്നത്തിന്റെ അകത്ത് പറയണം, ഇത്രയും വലിയ കടഭാരത്തിന്റെ അകത്ത് ഞാൻ മുങ്ങിത്താഴുമ്പോഴും ഞാൻ ഉയർത്ത് തിരിച്ചു വരും. ഏത് രാജ്യത്താണോ ഞാൻ തലകുനിക്കപ്പെട്ടത്, അതേ രാജ്യത്ത് നിന്ന് ഞാൻ ഒളിച്ചോടി വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ടല്ല തല ഉയർത്തുന്നത്. എവിടെയാണോ ഞാൻ തലകുനിക്കപ്പെട്ടത് അവിടെ തന്നെ. ഇതൊക്കെ നിങ്ങൾ വചനം പൊക്കിയെടുത്തുകൊണ്ട് വരണം. എന്നാൽ മാത്രമേ ഉള്ളൂ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ റിലീസ് ചെയ്യാൻ കഴിയത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ട്? അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ പ്രാർത്ഥന എന്താണെന്നുള്ളത് പഠിക്കണം. നമ്മൾ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ കർത്താവിന്റെ ശിഷ്യൻ വന്നിട്ട് വെച്ച്, കർത്താവ് ഞങ്ങളെയും കൂടെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. അപ്പം നമ്മൾ ഓർക്കും ABCD അറിയാത്ത ആളാന്ന. ഇവർക്ക് നല്ലപോലെ യഹൂദനെ സംബന്ധിച്ചിടത്തോളം രാവിലെ 2 മണിക്ക് തുടങ്ങുന്ന പ്രാർത്ഥനയാണ് സിനഗോഗുകളിൽ. അവരുടെ യെരൂശലേം ദേവാലയത്തിലും സിനഗോഗുകളിലും ഒക്കെ രാവിലെ 2 മണി മുതൽ തന്നെ ഇവർക്ക് ആരാധനയും പാട്ടും പ്രാർത്ഥനയായിട്ട് ആരംഭിക്കുക. അപ്പൊ ഇവർക്ക് പ്രാർത്ഥിക്കാൻ അറിയാത്തവരല്ല. ഈ 2 മണി മുതൽ നമ്മളെല്ലാവരും കൂടെ നന്നായിട്ട് ഉറങ്ങുന്ന സമയത്ത് അതിരാവിലെ മുതൽ തുടങ്ങുന്ന പ്രാർത്ഥിക്കുന്ന ആൾക്കാരായ യഹൂദൻ. ഈ യഹൂദന്മാരിൽ ഒരുവൻ വന്നിട്ട് ചോദിക്കുക, ഞങ്ങളെയും കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും. തിരിച്ചൊരു ചോദ്യം, സഹോദര, ഞങ്ങൾ നിങ്ങളോട് ചോദിക്കാൻ വേണ്ടി ഇരിക്കുക എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്. അപ്പൊ ഇവർക്ക് പ്രാർത്ഥനയെപ്പറ്റി അറിയാഞ്ഞിട്ടല്ല, ഇവർക്ക് വർഷങ്ങളായിട്ട് പ്രാർത്ഥനയുമായിട്ട് ബന്ധമുള്ളവരാ. പക്ഷെ യേശുവിന്റെ പ്രാർത്ഥനയ്ക്ക് എന്തോ പ്രത്യേകതയുണ്ട്. ഇപ്പൊ മനസ്സിലായോ? പ്രാർത്ഥിക്കാൻ അറിയാഞ്ഞിട്ടല്ല, വചനം അറിയാഞ്ഞിട്ടല്ല. ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം 13-ാമത്തെ വയസ്സിൽ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, മോശയുടെ 5 പുസ്തകങ്ങൾ കാണാപ്പാഠം പഠിക്കണം. നമ്മളോടിപ്പോ മത്തായി എവിടെയാന്ന് ചോദിച്ചാൽ നമ്മൾ ചാടിപ്പോയി ഉൽപ്പത്തി തപ്പും അല്ലെ. മർക്കൂസിന്റെ 4 എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ നേരെ പോയിട്ട് സങ്കീർത്തനത്തിൽ തപ്പും.
പക്ഷേ 14 വയസ്സുള്ള 13 വയസ്സുള്ള ഒരു കൊച്ചിനോട് ഏത് ഉറക്കത്തിൽ നിന്ന് വിളിച്ചു ചോദിച്ചാലും ഇതിൻ്റെ അകത്തുനിന്ന് ഏത് വാക്യം ചോദിച്ചാലും അവൻ പറഞ്ഞിരിക്കണം. 30ാമത്തെ വയസ്സിൽ പുരോഹിതൻ അവനെ സർട്ടിഫൈ ചെയ്യണം. നമ്മുടെ നാട്ടിൽ പറത്തില്ല, ഇവൻ നല്ലൊരു പുരുഷനാണ്, നല്ലൊരു വ്യക്തിത്വമാണ്. 3 പേരുടെ സാക്ഷ്യം ലഭിക്കണം. 1 പുരോഹിതന്റെ, 2 സമൂഹത്തിലെ, 3 കുടുംബത്തിലെ സാക്ഷ്യം ഒരു യഹൂദന് 30ാം വയസ്സിൽ, നമ്മുടെ പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത് പോലെ ഈ 3 സാക്ഷ്യം അവന് ലഭിച്ചിരിക്കണം. മോശയുടെ 5 പുസ്തകങ്ങൾ ഉൽപ്പത്തി കാണാപ്പാഠം പഠിച്ചിരിക്കണം. എന്തൊരു കഷ്ടപ്പാടല്ലേ. അപ്പൊ കുഞ്ഞുനാൾ മുതൽ ഇത്രയും ട്രെയിനിങ് കിട്ടിയ ആൾ വന്നിട്ട് ചോദിക്കുക, കർത്താവേ ഞങ്ങളെയും കൂടെ പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഞങ്ങളെയും കൂടെ. അപ്പൊ ഒരു ചോദ്യം, കർത്താവെ ഇവർക്ക് പ്രാർത്ഥിക്കാൻ അറിയാഞ്ഞിട്ടാണോ? അല്ല, അവര് പറയും യേശുവിന്റെ പ്രാർത്ഥനയിൽ എന്തോ പ്രത്യേകതയുണ്ട്. കാരണം യേശു പ്രാർത്ഥിക്കുമ്പോൾ ശക്തി വെളിപ്പെടുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? യേശു എവിടെ പോയി പ്രാർത്ഥിച്ചാലും ഭൂതങ്ങൾ അവിടെ വിട്ടുപോകും, മരിച്ചവർ ഉയർക്കും. ലാസറിന്റെ ഒക്കെ വീട്ടിൽ പോയിട്ട് കർത്താവിന്റെ പ്രാർത്ഥന കേട്ടാൽ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോകും. പിതാവേ നീ എപ്പോഴും എന്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, ഞാൻ തന്നെ സ്തുതിക്കുന്നു, ലാസറെ പുറത്തു വാ, ഇത്രയേ ഉള്ളൂ. നമ്മളാണെങ്കിൽ പ്രാർത്ഥിച്ച് നേരം വെളുപ്പിക്കും. പക്ഷെ കർത്താവിന്റെ പ്രാർത്ഥന വളരെ ചെറുതാണ്. കാരണം ദൈവശക്തിക്കകത്താണ് നിൽക്കുന്നത്. ഒരുവൻ ദൈവശക്തിക്കകത്ത് നിറഞ്ഞിട്ട് ഒറ്റ വാക്ക് പറഞ്ഞാൽ അവിടെ ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ചിരിക്കും. പക്ഷെ നാം തിരിച്ചറിയണം എങ്ങനെ വേണം ഇത് ഓപ്പറേറ്റ് ചെയ്യുവാൻ. അപ്പൊ ഈ ഒരു ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞോണം, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വമെങ്കിൽ രക്ഷിക്കപ്പെടുന്ന എൻ്റെ അകത്തൊരു ദൈവശക്തിയുണ്ട്. അപ്പൊ ഞാൻ പറയുകയാണ്, ഇത്രയും വലിയ ദൈവശക്തിയും ചുമന്നുകൊണ്ടാണ് നമ്മൾ ഈ കല്യാണത്തിനും മരിച്ച വീട്ടിലും അവിടെയൊക്കെ നടക്കുന്നത്. നമ്മൾ ഈ വിഷയം വന്നങ്ങോട്ട് സ്ട്രഗിൾ ചെയ്യുമ്പോൾ, കരയുമ്പോൾ ഇത്രയും വലിയ ശക്തി എടുത്തുകൊണ്ട്, അതായത് നിങ്ങളുടെ വിഷയത്തെ പൊളിച്ചു മാറ്റുവാൻ കഴിയുന്ന ദൈവശക്തി. റോമാലേഖനം 4-ാം അധ്യായ പ്രകാരം നമ്മൾ എപ്പോഴും പറഞ്ഞാണ്, മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ദൈവത്തിന്റെ ശക്തിയും ചുമന്നുകൊണ്ടാണ് നമ്മൾ ഈ നടക്കുന്നത് മൊത്തം. പക്ഷെ എനിക്കെന്തുകൊണ്ട് ഇത് കാണാൻ കഴിയുന്നില്ല? എനിക്കിത് ഉപയോഗിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. അതെന്റെ കുറവാണോ? അല്ല, അവിടെയാണ് നമുക്ക് വ്യത്യാസം. ഇതെന്റെ കുറവല്ല. പക്ഷേ ഈ ദിവസങ്ങളിൽ ഞാൻ തിരിച്ചറിഞ്ഞോണം, എനിക്ക് ഈ ശക്തിയെ ഉപയോഗിക്കണം. ഈ വാക്ക് ശ്രദ്ധിച്ചു നോക്കിയേ, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമെങ്കിലും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ഞാൻ പറഞ്ഞിട്ടില്ലേ, നമുക്ക്, ഞാൻ എന്നൊക്കെ കാണുമ്പം, നിങ്ങൾ എന്നൊക്കെ കാണുമ്പോൾ നമ്മുടെ സ്വന്തമാക്കിക്കോണം. എനിക്കോ ദൈവശക്തി, എൻ്റെ കൂടെ പറഞ്ഞിട്ട്, എനിക്കത് ദൈവത്തിന്റെ ശക്തിയാന്ന് പറ. എനിക്കത് ദൈവത്തിന്റെ ശക്തിയാണ്. ആമേൻ. ഓ, ദൈവത്തിന്റെ ശക്തിയാണ്. രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവത്തിന്റെ ശക്തിയാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ പറയുകയാണ്, ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ അങ്ങയുടെ ശക്തി ഒന്ന് വെളിപ്പെടണം. എങ്ങനെ വെളിപ്പെടും? തിരിച്ചറിഞ്ഞോണം. അങ്ങയുടെ ശക്തി വെളിപ്പെടണമെങ്കിൽ ഇപ്പൊ ഞാൻ എൻ്റെ അകത്തിരിക്കുന്ന ദൈവശക്തി ഞാൻ പുറത്തെടുക്കാൻ വേണ്ടി പല ശ്രമം നടക്കുന്നില്ല. ഈ ശക്തി പുറത്തേക്ക് വരണമെങ്കിൽ എന്തോ ഒരു കീ ഉണ്ട്. എൻ്റെ അകത്ത് ശക്തി ഉണ്ടെന്നുള്ളതിന് തെളിവാണ് ഈ ബൈബിൾ വചനം. നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ ബൈബിൾ പറയുന്നത്, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവത്തിന്റെ ശക്തിയാകുന്നു. എഫേസ്യ ലേഖനം പറയുന്നു, യേശുവിനെ ഉയർപ്പിച്ച ദൈവശക്തി നിങ്ങളിൽ ഉണ്ട്. പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ, അപ്പൊ നിങ്ങളുടെ സംശയം, ബ്രദറെ പിന്നെ എന്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇതൊന്നും കാണാത്തത്? ചോദിക്കണം, ദൈവത്തോട് ചോദിക്കണം, കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്തുകൊണ്ട് ദൈവശക്തിയെ കാണാൻ പറ്റുന്നില്ല? ഈ രണ്ടാമത്തെ ഉത്തരം ഞാൻ പറയാൻ വേണ്ടി പോവാണ്. അടുത്ത ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, ഈ ദൈവശക്തി പുറത്തു വരണേ എന്ത് ചെയ്യണം? എൻ്റെ പ്രാർത്ഥന പോരാ. കാര്യം ദൈവശക്തി എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. മനസ്സിലാകുന്നുണ്ടോ? യേശു പറഞ്ഞു, ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കണം. അപ്പോൾ ഈ ശക്തി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ കർത്താവ് വ്യക്തമായിട്ട് പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോഴോ നിങ്ങൾക്ക് ശക്തി ലഭിച്ചു. അപ്പൊ ഈ ശക്തി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എഫേസ്യർ 1-ലും അപ്പോസ്തല പ്രവൃത്തി 1-8 പറയുന്ന ഈ ശക്തി പരിശുദ്ധ ആത്മാവാണ്. അപ്പൊ പരിശുദ്ധ ആത്മാവ് എന്റെ വഴിക്ക് വരത്തില്ല. പരിശുദ്ധാത്മാവെ, എനിക്ക് മനസ്സിലായി, അങ്ങ് പുറത്തേക്കൊന്ന് ഒഴുകണമെങ്കിൽ അങ്ങേക്ക് വേണ്ടത് ദൈവവചനമാണ്. കൊടുക്കണം പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടുവാനുള്ള കർത്താവിന്റെ വചനം. അതുകൊണ്ടാണ് ദൈവവചനത്തെ നാം കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളുടെ കടഭാരത്തെ നോക്കിക്കൊണ്ട് പറ, ഞാൻ വായ്പ വാങ്ങത്തില്ല, വാരി വേദറി കൊടുക്കും. ഇത് പറയുമ്പോൾ കരച്ചിൽ വരുമായിരിക്കും അല്ലേ?
കടക്കാരുടെ ഫോൺ കോൾ കാരണം നമുക്കിപ്പോ ചങ്ക് പൊട്ടി നിൽക്കുമായിരിക്കും. പക്ഷെ ദൈവശക്തിയെ പുറത്തെടുക്കണമെങ്കിൽ ഇതേ വഴിയുള്ളൂ. എനിക്ക് വലിയ കടമാണ് കർത്താവ് എന്ന് പറഞ്ഞാൽ ദൈവശക്തി പുറത്തു വരത്തില്ല. ലാസറിന്റെ കല്ലറയ്ക്ക് പോയിട്ട് യേശു പറയുക, ഇങ്ങനെ ഉദാഹരണമായിട്ട് പറയുക, കർത്താവ് പറയുക, ഓ ലാസർ നല്ല മനുഷ്യനായിരുന്നു, ഉയർക്കുന്നില്ല. ഓ ലാസർ ഭയങ്കര പാട്ടുകാരനായിരുന്നു, ഉയർക്കുന്നില്ല. ലാസർ നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, ഉയർക്കുന്നില്ല. യേശു അവിടെ പോയിട്ട്, പിതാവേ നീ എന്റെ പ്രാർത്ഥന എപ്പോഴും കേൾക്കുന്നുണ്ട്, ഞാൻ നിന്നെ വാഴ്ത്തുന്നു, ലാസറെ പുറത്തു വാ എന്ന് പറഞ്ഞപ്പോൾ, അവിടെ പറയേണ്ട കാര്യം പറഞ്ഞപ്പോൾ ദൈവശക്തിയുടെ വ്യാപാരം ഉണ്ടായി, മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റ് വന്നു. വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങൾ പറയേണ്ടത് കൊടുത്താൽ ആത്മാവ് പുറത്തേക്ക് വരും. ആത്മാവ് പുറത്തേക്ക് വന്നാൽ നിങ്ങളുടെ വിഷയം വലിയ വിഷയമല്ല. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഇതിനകത്ത് സുലോചന എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് കർത്താവിന്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യാൻ പോവാണ്. സുലോചനയുടെ മകളെ കർത്താവ് സ്പർശിക്കുന്ന എന്നോട് പറയുവാണ്. ആ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വലിയൊരു സമാധാനത്തിന്റെ അന്തരീക്ഷത്തെ തുറക്കാൻ വേണ്ടി പോവാണ്. സാമ്പത്തികമായിട്ടുള്ള കുരുക്കിന്റെ അകത്തുനിന്ന് കരകയറി വരാതെ, ഉറയ്ക്കാൻ കഴിയാതെ അലയുന്നൊരവസ്ഥയിൽ നിന്നും യേശുവിന്റെ നാമത്തിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എല്ലാവരും പ്രാർത്ഥിച്ച്, കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന എല്ലാവരും പ്രാർത്ഥിച്ച്, കർത്താവേ യേശുവേ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു, കർത്താവേ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ച്, കർത്താവ് ഇന്ന് ദൈവശക്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടി പോയി. ഈ ദിവസങ്ങളിൽ ഒന്ന് പറഞ്ഞ്, ഞാൻ എൻ്റെ നാട്ടിൽ, ഞാൻ ആയിരിക്കുന്ന ജോലിയിൽ, ബിസിനസ്സിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ എല്ലാ മേഖലയിലും ഞാൻ ഇന്ന് പുഷ്ടി പ്രാപിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടായിരുന്നത് കൊണ്ടാണ് സൂമിൽ കയറാൻ പറ്റിയത്. ചിന്തിച്ചു നോക്കിയേ, ഈ സ്മാർട്ട് ഫോണാണ് എന്നെ ഈ സൂം പ്രയറിലേക്ക് എത്തിച്ചത്. പ്രയറിന്റെ ലിങ്ക് അല്ല. ലിങ്ക് ഞാൻ നിങ്ങളുടെ കൊണ്ട് തന്നെന്ന് വിചാരിച്ചു. അതിനൊരു ഒരു മീഡിയ വേണം, ഒരു സൂം വേണം. ആ സൂം ഉണ്ടെങ്കിൽ, വേണമെങ്കിൽ ഒരു സ്മാർട്ട് ഫോൺ വേണം. ദൈവശക്തി നിങ്ങളിൽ വന്നതുകൊണ്ട് ഒരു പ്രവൃത്തി ഉണ്ടാകത്തില്ല. ദൈവശക്തിയെ പുറത്തേക്ക് ഒഴുക്കുവാൻ നാം തിരിച്ചറിയണം. അതിന് എൻ്റെ ഒരു ചാല് വെട്ടിയാൽ നടക്കത്തില്ല. വചനം നാം കൊടുക്കണം. വചനം ഞാൻ പറയുമ്പോൾ ദൈവശക്തി ഒഴുകുവാൻ തുടങ്ങും. ദൈവശക്തി ഒഴുകുവാൻ തുടങ്ങുമ്പോൾ നമ്മുടെ അയ്യോ പാവമൊന്നും, ഞാൻ ഭയങ്കര പാവമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലൊന്നും ദൈവശക്തി ഒഴുകത്തില്ല. ഈ നിമിഷം യേശുവിന്റെ നാമമാണ് വിശ്വാസ വീരൻ എന്ന് പറഞ്ഞത്. വീരൻ എന്ന് പറഞ്ഞാൽ ആരാ? വീരൻ എന്ന് പറഞ്ഞാൽ അധൈര്യപ്പെടുന്നവനല്ല, നിരാശപ്പെടുന്നവനല്ല, പോരാളിയാ. ഒരു പട്ടാളക്കാരൻ പറയും, എനിക്ക് ഭയങ്കര പേടിയാ അതിർത്തി നിൽക്കാൻ. കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും പട്ടാളക്കാരൻ പറയുന്നത്? ഇനി പേടി ഉണ്ടെങ്കിലും പുറത്ത് കാണിക്കാൻ പറ്റത്തില്ല. ഈ ദിവസങ്ങളിൽ ഞാൻ വീണ്ടും പറഞ്ഞ, കരഞ്ഞുകൊണ്ടിരിക്കുന്നവർ കണ്ണുനീരൊക്കെ ഒന്ന് തുടച്ചേ. സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു നിമിഷം ഒന്ന് സങ്കടം മാറിയിട്ട് പറ, ഞാൻ ഇന്ന് ദൈവശക്തിയെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി പോവാം. വചനം ഉറക്കെ പറയണം. ആ കുടുംബത്തെ നോക്കിക്കൊണ്ട് വചനം ഉറക്കെ പറയണം. യേശുവിന്റെ നാമത്തിൽ ദാനിയേൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തെ കർത്താവ് സ്പർശിക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ 8.5 വർഷമായിട്ട് ആ കുടുംബത്തിന്റെ മേൽ കടക്കുന്ന തലമുറകളെ മുഴുവനും ഭാവി അടച്ചിട്ട്, ആ കുടുംബത്തിന്റെ അകത്തുനിന്നും എത്ര നന്മ കൊണ്ടുവന്നാലും, നന്മയ്ക്ക് വേണ്ടി എത്ര സമ്പത്ത് കൊണ്ടുവന്നാലും, എത്ര സന്തോഷം കൊണ്ട് ആ ജീവിതം ഉണ്ടാക്കിയാലും ഒരാഴ്ചയെ കൂടുതൽ സ്വസ്ഥത കിട്ടാതെ മുഴുവൻ എപ്പോഴും ചെതറിപ്പിക്കുന്ന ഒരു കുടുംബം. ഒരു വാക്ക് പറഞ്ഞ് സംസാരം തുടങ്ങിയാൽ ഒരാഴ്ചയെ കൂടുതൽ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റാത്ത കുടുംബം. ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ കർത്താവിന്റെ വലിയ പ്രവർത്തികളെ കൊണ്ടുവരാൻ വേണ്ടി പോകുക. യേശുവിന്റെ നാമത്തിൽ പരസ്പരം പഴിചാരി കുടുംബത്തിന്റെ മേൽ പരസ്പരം വഴക്കുണ്ടാക്കുന്ന, കലഹത്തെ കൊണ്ടിടുന്ന സകല പിശാചിന്റെ പ്രവർത്തികളെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പുറത്താക്കുന്നു. ഈ നിമിഷം അത് ഏറ്റെടുത്താട്ടെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന കർത്താവേ, അങ്ങ് ഓരോ വ്യക്തികളെയും സ്പർശിക്കുന്നല്ലോ. ഞങ്ങളുടെ അതിരുകൾ വിസ്താരമായിരിക്കുന്നു, ഞങ്ങളുടെ നിരാശകൾ മാറിയിരിക്കുന്നു. ഈ നിമിഷം ഞങ്ങൾ കൽപ്പിക്കുന്ന കർത്താവേ, രോഗത്താൽ ഭാരപ്പെടുന്നവര് ആ രോഗമുള്ള ഭാഗത്തോട്ടൊന്ന് കൈവച്ച്, ഞാൻ എപ്പോഴും പറയുന്നില്ലേ, രോഗം എന്നുള്ളത് വേസ്റ്റ് ആണ്. വേസ്റ്റ് ചുമക്കാൻ ഞാൻ വേസ്റ്റ് ബിന്നല്ല. രോഗം ചുമന്നുകൊണ്ട് പോകുവാൻ ഞാൻ യേശുവിനെ ചുമക്കുവാൻ തയ്യാറായി നിൽക്കുന്നത്. അങ്ങനെ തന്നെ പറയണം, ഞാൻ യേശുവിനെ ചുമക്കുവാൻ റെഡിയാ കർത്താവേ. യേശുവിനെ ചുമക്കുന്നവന് രോഗത്തെ ചുമക്കാൻ കഴിയത്തില്ല.
യേശുവിനെ വഹിക്കുന്നവന് പ്രതികൂലത്തെ ചുമക്കാൻ കഴിയത്തില്ല. ഞാൻ യേശുവിനെ എൻ്റെ ഉള്ളത്തിലേക്ക് സ്വീകരിക്കുന്നു. ഇപ്പോൾ ഈ നിമിഷം തന്നെ രോഗശക്തികൾ വിട്ടുമാറുകയാണ്. ഈ ചൊറിഞ്ഞ് തടിക്കുന്നത് പോലെ ശരീരത്തിൽ ഉണ്ടായിട്ട് പലപ്പോഴും അത് വല്ലാത്ത രീതിയിൽ ഒരു വ്രണം പോലെയാകും, പിന്നീട് അത് മാറും, പിന്നെയും ഇത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ശരീരത്തിന്റെ മേൽ ഒന്നിലധികം വ്യക്തികളെ ഞാൻ കാണുന്നു. യേശുവിന്റെ നാമത്തിൽ ശരീരത്തിൽ പ്രത്യേകിച്ച് കഴുത്തിന്റെ പുറകിലായിട്ട് പലപ്പോഴും വല്ലാത്ത രീതിയിൽ അത് ബുദ്ധിമുട്ട് കൂടുതൽ വരും. ശരീരഭാഗങ്ങളിൽ ഉണ്ടെങ്കിലും ഈ കഴുത്തിന്റെ പുറകിലായിട്ട് ഞാൻ കാണുന്നത് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ രോഗശക്തികളെ പുറത്താക്കുന്നു. അസ്ഥികളുടെ മേൽ ബലം വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വളഞ്ഞ അസ്ഥികൾ നേരെയാകട്ടെ. കാഴ്ച ഉണ്ടായി വരട്ടെ. കേൾവി തുറന്നു വരട്ടെ. ഊമൻ സംസാരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്ന കർത്താവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് എല്ലാ ദിവസവും വചനം പറയണം. ദൈവശക്തിയെ പുറത്തോട്ട് ഒഴുക്കണം നമ്മൾ. ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾ മരിക്കുന്നോളം വരെ അകത്തിരിക്കും. നമുക്ക് പാട്ടും പ്രാർത്ഥനയൊക്കെ ആയിട്ട് നമുക്ക് അങ്ങ് കൂടാം, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കി, എത്രയോ വിശ്വാസികൾ ഒരു സാധാരണ മനുഷ്യനേക്കാൾ വല്ലാത്ത താഴ്ചയിൽ ജീവിച്ചു മരിക്കുന്നു, കണ്ടിട്ടുണ്ടോ? പക്ഷെ അവനെ പറ്റി ബൈബിൾ പറഞ്ഞത് ഭയങ്കര ദൈവശക്തി വഹിക്കുന്ന ആളാ. പക്ഷെ അവനേക്കാൾ എത്രയോ നന്നായിട്ട് ജീവിക്കുന്നു യേശുവിനെ അറിയാത്തവർ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ പരിശുദ്ധാത്മാവാകുന്ന ദൈവശക്തിയെ ചുമന്നുകൊണ്ട് നടക്കുന്ന നമ്മൾ ഒരു സാധാരണക്കാരനെ പോലെ ജീവിക്കുന്നുവെങ്കിൽ അതൊരു അത്ഭുതമാ. കാര്യം എന്തുകൊണ്ട് ഇത്രയും വലിയ ശക്തിയുള്ള മനുഷ്യൻ ഒന്നും നടക്കുന്നില്ല? ഞാൻ ജീവിക്കുന്നു, വിശ്വാസിയായി മരിക്കുന്നു, പക്ഷേ ജീവിതത്തിൽ ഒരു സ്ഥലത്ത് പോലും എനിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല, ദൈവത്തിന്റെ ഒരു പ്രവൃത്തി കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്മാർട്ട് ഫോൺ മേടിച്ചിട്ട് സൂം എനിക്ക് കയറാൻ അറിയത്തില്ല ബ്രദറെ എന്ന് പറയുന്ന ആൾക്ക് തുല്യമാ. പഠിച്ചേ പറ്റത്തുള്ളൂ, തിരിച്ചറിഞ്ഞേ പറ്റത്തുള്ളൂ. ഈ ദിവസങ്ങളിൽ എനിക്ക് ശക്തി വേണം. കർത്താവെ, അങ്ങയുടെ പ്രവൃത്തി കാണണം. അതിനായിട്ട് നാം വചനം ഉറക്കെ പറയണം. എനിക്കെതിരായി വരുന്ന ഒരായുധവും ഫലിക്കത്തില്ല. എന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ എൻ്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എൻ്റെ പുറകെ വരും. ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ എവിടെയാണോ ഇന്ന് നിരാശപ്പെട്ട് നിൽക്കുന്നത്, എവിടെയാണോ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവരുടെ നടുവിൽ, അവരുടെ മേഖലയിൽ, അവിടെയൊക്കെയും ഞാൻ ഫലപുഷ്ടിയുള്ള വ്യക്തിയായി ഇന്ന് കർത്താവ് എന്നെ തീർക്കും. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ താങ്ക് യു ഹോളി സ്പിരിറ്റ്. 1986 മെയ് മാസത്തിൽ ജനിച്ച ഒരു വ്യക്തിയെ കർത്താവ് ഇന്ന് സ്പർശിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവിനോട് പറയുന്നു, ആ ശരീരത്തിന്റെ മേലേക്ക് ശാരീരികമായി ഭയങ്കരമായി തളർച്ച അനുഭവിക്കുന്നുണ്ട്, മാനസികമായി വല്ലാതെ നൊമ്പരപ്പെടുന്നുണ്ട്, പലരുടെയും മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ കഴിയാതെ ഇറങ്ങി എങ്ങോട്ടേലും പോയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ആ കുടുംബത്തോട് നോക്കി പറയുന്നില്ല കേട്ടോ, നിങ്ങൾ ഓടരുത്, ഇനി നിങ്ങൾ കൈ നീട്ടാൻ പോകരുത്, പറഞ്ഞോണേ എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു കർത്താവുണ്ട്, എൻ്റെ ദൈവം എന്നെ മാനിക്കും, എൻ്റെ ദൈവം എന്നെ ഉയർത്തും. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നപ്പം നന്ദി കർത്താവേ. ഞാൻ ഇതിൻ്റെ അകത്ത് എനിക്ക് ഒരു ജിതിൻ ജോസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് തുടങ്ങി. ജിതിൻ ജോസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ലൈവിലായിക്കോട്ടെ, സൂമിലായിക്കോട്ടെ, ജിതിൻ ജോസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്ന ആ കുടുംബത്തിൻ്റെ മേൽ, ആ വ്യക്തിയുടെ മേൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തിയെ സംഭവിക്കുന്നു. ഈ നിമിഷം രോഗികളായി ഭാരപ്പെടുന്നവർ കൈവച്ചേ പറ്റത്തുള്ളൂ. ഞാൻ വീണ്ടും പറയുന്നു, ഈ രോഗം വേസ്റ്റാണ്. നിങ്ങൾ വേസ്റ്റ് കൂനെ അല്ല കേട്ടോ, തിരിച്ചറിഞ്ഞോണം. ഞാൻ വേസ്റ്റ് കൂനയല്ല. ആ ശരീരത്തിന്റെ മേൽ, കരത്തിന്റെ മേൽ, നിങ്ങളുടെ ശരീരത്തിന്റെ മേലൊക്കെയും ആ ദൈവശക്തിയെ ഇന്ന് വ്യാപരിക്കുക. ഒരു ഷോക്ക് അടിക്കുന്നത് പോലെ ദൈവശക്തി നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ വെളിപ്പെടുക. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഈ ദിവസങ്ങളിൽ എക്സാം ഉള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഉന്നത ജയത്തെ കൽപ്പിക്കുന്നു. ഈ ഒരു സമയത്ത് ഏത് പ്രശ്നത്തിലാകത്തോ നിങ്ങൾ കടന്നു പോകുന്നത്, ഇപ്പോൾ ഞാൻ പറയുന്നു, ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാ. നിങ്ങളുടെ വിഷയത്തെ സാക്ഷ്യമായി തീരാൻ വേണ്ടി പോവാ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. രോഗത്തെ പുറത്താക്കുന്നു, നിരാശകളെ പുറത്താക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിന്റെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഈ സമയത്ത് ആർക്കെങ്കിലും പ്രാർത്ഥനാ വിഷയമല്ല, സാക്ഷ്യമോ ദൈവിക ആലോചനകളോ ഇടപെട്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ചുരുക്കം വാക്കുകളിൽ പറയണം, നീട്ടി വലിച്ചു പോകരുത്, കഥ പറയുന്നത് പോലെ പോകരുത്. കഥ കേൾക്കാൻ നമുക്ക് സമയമില്ല. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യമുണ്ടെങ്കിൽ, ചുരുക്കം വാക്കിൽ ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞാൽ 1-2 സാക്ഷ്യങ്ങളെ ഇന്ന് ഉണ്ടെങ്കിൽ കേൾക്കുന്നേ ഉള്ളൂ. ഞാൻ ഇതിന് ശേഷം പെട്ടെന്ന് നമ്മുടെ പ്രാർത്ഥന അവസാനിപ്പിക്കും. അതുകൊണ്ട് 1-2 സാക്ഷ്യങ്ങളുണ്ടെങ്കിൽ, ആരെങ്കിലും ഉണ്ടെങ്കിൽ, വേഗത്തിൽ ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ബ്രദർ ഡാനിയൽ എന്ന് പറഞ്ഞത് എന്റെ മോളുടെ ഭർത്താവാണ്. ദാനിയേല്?
ഏറ്റെടുത്ത സഹോദരി, കർത്താവ് ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ വലിയ പ്രവൃത്തിയെ ചെയ്യും. ആ കുടുംബത്തിന്റെ മേൽ നിരാശകളെ ദൈവം ഇന്ന് കേട്ട ആലോചന കേട്ടല്ലോ. ഇനി ഇത് കേട്ടിട്ടില്ലെങ്കിൽ യൂട്യൂബിൽ അത് വന്നിട്ടുണ്ട്, അത് വീണ്ടും കേൾക്കുക. എന്താണോ കർത്താവ് ഇടപെട്ടത് അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം കേട്ടോ. ഏറ്റെടുത്തിരിക്കുന്നത്. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസം ബ്രദർ പറഞ്ഞായിരുന്നല്ലോ, ഒരു നീല ചെയറിൽ ഇരിക്കുന്ന ജോയി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ മേലെ ദൈവം പ്രവർത്തിക്കുന്നത്. അത് എന്റെ സഹോദരനാണ്. അതെ ബ്രദറെ. ആ സമയത്ത് അദ്ദേഹം ഏത് കസേല, നീല കസേലയാണ് ഇരുന്നത്? നീല കസേരയില്. ഓ സ്വോത്രം. കർത്താവ് എത്രത്തോളം കാണുന്നു. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ആ വ്യക്തിയുടെ മേലും ആ കുടുംബത്തിന്റെ മേലും വെളിപ്പെട്ടിരിക്കട്ടെ. കർത്താവ് കണ്ടതാ കേട്ടോ. ഒന്ന് ആലോചിക്കുക, ദൈവം എത്രത്തോളം കാണുന്നു. ആ സഹോദരിയുടെ വീട്ടിൽ സഹോദരൻ നീല കസേരയിൽ ഇരിക്കുന്ന ജോയിയെ കർത്താവ് സ്പർശിക്കുന്ന പറഞ്ഞ സഹോദരി ഏറ്റെടുത്തോണം. ആ സഹോദരന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിച്ചോണം. കർത്താവ് ഇന്ന് ആ കുടുംബത്തെ തൊടാൻ വേണ്ടി പോവാണ്. വലിയൊരു സാക്ഷ്യമാക്കി മാറ്റാൻ വേണ്ടി പോവാ കേട്ടോ. അവരോട് പറയണം, ഈ ദിവസങ്ങളിൽ കർത്താവ് നിങ്ങളെ തൊടാൻ വേണ്ടി പോവാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. ആ നന്മ പ്രാപിക്കുവാൻ തയ്യാറായിക്കോണം പറ കേട്ടോ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു 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 പറഞ്ഞു. ഇന്നൊരു സാക്ഷ്യം എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നിയെന്ന് വെച്ചാല്, ഇന്ന് എന്റെ ഡ്രൈവറോട് ഞാൻ പറഞ്ഞു എന്റെ വണ്ടി ഒന്ന് പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് അവിടെ നോക്കിയപ്പോ പുള്ളിക്കാരൻ നോക്കിയിട്ട് എന്നെ വിളിച്ചിട്ടും പറഞ്ഞ് ആവണില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ ചെല്ലേണ്ടി വന്നു. എനിക്ക് ചെന്ന് കഴിഞ്ഞപ്പോ രണ്ടുപേര് കയറി നോക്കിയിട്ട് ആവണില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇപ്പത്തെ പൊല്യൂഷൻ ടെസ്റ്റ് ഒക്കെ അങ്ങനെയാണല്ലോ, എന്ത് ചെയ്യും എന്നുള്ളതിൽ ഞാൻ പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ സ്വോത്രം എന്ന് പറഞ്ഞിരുന്നത് കയറി ഇരുന്ന് റേസ് ചെയ്തു, കാര്യങ്ങളൊക്കെ ചെയ്തു, സർട്ടിഫിക്കറ്റും ഒക്കെ ആയി. ആമേൻ. തീർച്ചയായും നമ്മൾ ഈ ദിവസങ്ങളിൽ കൈവച്ചോണം. ഏത് വിഷയമാണെങ്കിലും അവിടെ യേശുവിന്റെ നാമത്തിൽ പറഞ്ഞോണം. ഏത് തടസ്സവും അവിടെ മാറും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ബ്രദർ. ഇനിയും പ്രാർത്ഥിക്കുക കേട്ടോ. ഹലോ ബ്രദർ. പറഞ്ഞു. 86 മെയില് ഞങ്ങളുടെ അനിയത്ര മകനാണ് ജനിച്ചത്. ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം ശരിയാണല്ല. ആമേൻ. എന്നാ ഏറ്റെടുത്തു ആ കുടുംബത്തിന് വേണ്ടി ആ സഹോദരൻ ഇത് കേൾപ്പിക്കണം. അവനോട് പറയണം, ഇത് കർത്താവ് ഇടപെട്ടതാണ്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാനും ഇത് ആലോചന ഏറ്റെടുക്കാനും തയ്യാറാണെങ്കിൽ കർത്താവിന്റെ വലിയ അനുഗ്രഹത്തെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു കേട്ടോ. ഈ വിഷയം മുഴുവൻ എന്തോ ബ്രദറെ, എനിക്കൊരു സാക്ഷിയുണ്ട്. ഞാൻ കൊച്ചുമോക്കാണെങ്കിൽ 1 വയസ്സേ ഉള്ളൂ. അവൾക്ക് ഭയങ്കര പനിയായിരുന്നു. പനി എന്ന് പറഞ്ഞാൽ ഏത് മനുഷ്യരും ജാതികളെ പോലുള്ള ഏത് മനുഷ്യരും ആരായാലും പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് ഹൈ ടെമ്പറേച്ചറായിട്ടിരുന്നു. ദൈവത്തിന്റെ വചനം ഞാൻ പറഞ്ഞ് 2 ദിവസം പ്രാർത്ഥിക്കേണ്ടി വന്നു. 2 ദിവസവും ഞാൻ ഈ വചനം പറഞ്ഞ് ആശുപത്രി കൊണ്ടുപോകാൻ സമ്മതിക്കാതെ ഞാൻ വെച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ കുഞ്ഞിന് അത്ഭുത സൗഖ്യം വന്നു. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ കുഞ്ഞിന് ലൂസ് മോഷൻ വന്നു. ആര് ഏത് സമയം ആശുപത്രി കൊണ്ടുപോകണമെന്ന് പറഞ്ഞിരുന്നു. കർത്താവ് സൗഖ്യത്തെ നിങ്ങൾ കൊണ്ടുപോകണ്ട, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ശക്തമായി അവരുടെ മേൽ അധികാരത്തോടെ ഞാൻ സംസാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സ്വർഗത്തിലെ ദൈവം അതിനും അത്ഭുത സൗഖ്യം തന്ന് അവൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നു. ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. ആമേൻ. നന്ദി കർത്താവേ, അങ്ങ് തൊട്ടതിന് നന്ദി, അങ്ങ് സൗഖ്യമാക്കിയതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. എന്തോ പറഞ്ഞു? കഴുത്തിന്റെ പുറകിൽ കൈവച്ചിരിക്കുന്ന ഒരു സിസ്റ്റർ ഞാനായിരുന്നു. എനിക്ക് കഴുത്ത് നല്ല സുഖമില്ലായിരുന്നു. ഞാൻ തൈലം അടുത്തെടുത്ത് വെച്ചുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് ഇരുന്നത്. എനിക്ക് നല്ല സുഖമായി. ആമേൻ. സ്വോത്രം. കർത്താവേ, അങ്ങ് തൊട്ടതിന് നന്ദി. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ തൈലവും വെച്ചോണ്ടിരുന്നത്, പക്ഷേ കർത്താവ് ഇടപെട്ട് കൈവച്ചേക്കുന്ന ആളെ ദൈവം തൊടുന്നു. കർത്താവ് അങ്ങ് സൗഖ്യമാക്കിയതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ആമേൻ. എന്തോ ഒരു കാര്യം പറയട്ടെ. എനിക്ക് എത്രയോ വർഷങ്ങളായിട്ട് ബീഫ് കഴിക്കാൻ പറ്റില്ലായിരുന്നു കേട്ടോ. ഇപ്പോഴൊന്നല്ല, എപ്പോഴും എനിക്ക് ഫുഡ് ഇൻഫെക്ഷൻ ഒക്കെ വരും. അങ്ങനെ എനിക്കത് ഭയമായിരുന്നു. ഇപ്പൊ അടുത്തായിട്ട് കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് ഇതിനകത്ത് കയറിയപ്പം കുറെ വചനമൊക്കെ പഠിച്ച് ധൈര്യം വെച്ച് എൻ്റെ ഒരു അസുഖം ഞാൻ ഈ ഗുളിക വയ്ക്കാതെ മാറ്റി. ഇപ്പം എനിക്ക് ഇങ്ങനെ ബീഫ് കഴിച്ചു ഞാൻ ധൈര്യത്തില്. എന്നിട്ട് ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. എനിക്കൊന്നും സംഭവിച്ചില്ല. ആമേൻ. എത്ര വർഷമായിട്ട് അങ്ങനെ കുഴപ്പമുണ്ടായിരുന്നു ബീഫ് കഴിക്കുമ്പോ? ഒരു 10-15 വർഷമൊക്കെ ഉണ്ടാവും ഞാൻ ബീഫ് കഴിച്ചിട്ട്. ആമേൻ. സിസ്റ്റർ വചനങ്ങൾ പറഞ്ഞ് സൗഖ്യം നടന്നിട്ടുള്ള ആളാണോ?
വചനം ഈ വചനം ഇവിടെ കേറിയതിന് ശേഷം ഞാൻ വചനം പഠിച്ച് കുറെ ധൈര്യപ്പെട്ട് എപ്പോഴും കരഞ്ഞിരിക്കുന്ന ആളായിരുന്നു. എന്ത് കാര്യത്തിനും വിഷമങ്ങളും ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ഇപ്പൊ ഞാൻ വചനം എനിക്ക് മനസ്സിലായി, ഭയങ്കരമായിട്ട് ഒരു ക്ലച്ച് പിടിച്ചു. ഈ വചനാണ് നമ്മളെ രക്ഷിക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ എപ്പോഴും അത് മനസ്സിലിങ്ങനെ ബൈ ഹാർട്ടൊക്കെ പഠിച്ച് ആമേൻ ആമേൻ. തീർച്ചയായിട്ടും പ്രിയ സിസ്റ്റർ പറഞ്ഞ വലിയ സാക്ഷ്യമാണ്. ഒരു ധൈര്യമില്ലാത്ത ആളായിരുന്നു, എപ്പോഴും സങ്കടപ്പെട്ടിരിക്കുന്ന ആളായിരുന്നു. 10-15 വർഷമായിട്ട് ബീഫ് കഴിച്ചാൽ അലർജിയുള്ള ആൾ. നമുക്കറിയാം, പ്രത്യേകിച്ച് ഈ അലർജിയൊക്കെ വന്നതിന് പ്രത്യേക ട്രീറ്റ്മെന്റ് ഒന്നുമില്ല, ജീവിതകാലം മുഴുവൻ കൂടപ്പിറപ്പ് പോലെ കൂടുന്നതാണ്. പക്ഷെ വചനം കേട്ട് പഠിച്ചിട്ട് ആ വചനം ഉപയോഗിക്കാൻ തുടങ്ങിയപ്പം ഭയമുള്ള ആളായിരുന്നു, എപ്പോഴും കരയുന്ന ആളായിരുന്നു. പക്ഷെ ധൈര്യം ഉണ്ടാകുക മാത്രമല്ല, ഇപ്പോൾ ആഹാരം കഴിച്ചപ്പോൾ, ബീഫ് കഴിച്ചപ്പം ഒരു അലർജിയില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. കർത്താവ് പൂർണ്ണ സൗഖ്യമൊക്കെ. ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യം ഇതാണ്, ദൈവശക്തിയെ പുറത്തെടുക്കുക. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ആ സഹോദരിക്ക് ധൈര്യം ഉണ്ടായി, ബലമുണ്ടായി, സൗഖ്യവും ഉണ്ടായി. എങ്ങനെയാണ്? വചനം കേട്ട് പഠിച്ചുപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ. അപ്പൊ എത്രത്തോളം നമ്മുടെ ഈ കൂട്ടായ്മയെ കർത്താവ് സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഞാൻ കുറച്ചു മുമ്പ് നമ്മുടെ പ്രയറിന്റെ സമയം മാറ്റിയ സമയത്ത് കുറെ ആൾക്കാർ ഫോൺ ചെയ്തുകൊണ്ടിരുന്നു, പ്രയർ ഇല്ലേ എന്നുള്ള ഇങ്ങനെ തുരുതുരാ മെസ്സേജ് ആയിരുന്നു. ഞാൻ ഈ ലൈവിൽ കാണുന്നതോട് ഞാൻ പറയുകയാണ്, നിങ്ങളോട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഗ്രൂപ്പിൽ ആഡ് ആകാൻ പറഞ്ഞതിന്റെ കാരണം, ജോയിൻ ചെയ്യാൻ പറയുന്നതിന്റെ കാരണം അതുകൊണ്ടാണ്. ഈ പ്രയർ ടൈം മാറ്റുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റാത്തത് അതുകൊണ്ടാണ്. ലിങ്കുകൾക്ക് എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളോ മാറ്റങ്ങളോ വരുമ്പോൾ അറിയാം. നമ്മൾ യൂട്യൂബിൽ കേൾക്കുന്നവർ പറയുകയാണ്, നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സാപ്പിന്റെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. സമയം മാറ്റും അറിയാൻ പറ്റും. ആ സമയത്ത് ചിലപ്പോൾ ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, ഇങ്ങനെ വിളി വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു, ചോദ്യം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാനതുകൊണ്ട് കുറേ കട്ട് ചെയ്ത് വിട്ടു. കാര്യം പെട്ടെന്ന് ഞാൻ വീട്ടിലോട്ട് വരുന്ന ധൃതിയിലായിരുന്നു. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. കർത്താവിലേക്ക് ബ്രദറെ പറഞ്ഞു. പ്രൈസ് ലോർഡ് ബ്രദറെ, പറഞ്ഞു സാക്ഷ്യം പറഞ്ഞു. പിന്നെ ഇന്നലെ ഞങ്ങളുടെ ഇവിടെ അയൽവക്കത്തുള്ള ഒരു താത്തയുടെ പിന്നെ മോന്റെ കൊച്ചിന് പനിയായിട്ട് 39 ദിവസമേ ആയുള്ളതിന് പ്രസവിച്ച്. അങ്ങനെ അതിന് സീരിയസ് ആയിരുന്നു പനിയായിട്ട്. അന്നേരം അവര് ഇവിടെ ഇല്ല, അവര് ആ ഹോസ്പിറ്റലിട്ട് പോയി. അന്നേരം ഞാനാണ് അവരുടെ കോഴിയൊക്കെ നോക്കുന്നതൊക്കെ. എൻ്റെ അടുത്ത് പറഞ്ഞു തീറ്റി ഒന്ന് ഇട്ട് കൊടുത്തേക്കണേ. ഞാൻ ചോദിച്ചു എന്താ കാര്യം? അന്നും പറഞ്ഞ് ഇങ്ങനെ ആശുപത്രി കിടക്കുന്നത് സീരിയസ് ആണ്, ഡോക്ടർമാര് പറഞ്ഞ് ICUയിൽ കയറ്റിയേക്കുവാണ്. ഡോക്ടർമാര് പറഞ്ഞ് അത് 48 മണിക്കൂറിനകത്ത്. ഭയങ്കര കരച്ചിലായിരുന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു സമാധാനമായിട്ട്, കുഞ്ഞിന് ഒരു കുഴപ്പവും കാണത്തില്ല. അന്നേരം ഈ പ്രയർ നടന്നുകൊണ്ടിരിക്കും. അന്നേരം ഞാൻ ബ്രദറിന്റെ അടുത്തൊന്ന് പ്രാർത്ഥന പറയണോന്ന് വിചാരിച്ച്, പക്ഷെ പിന്നെയും വിചാരിച്ച് മനസ്സിൽ ഞാൻ ഈ പ്രയർ കേൾക്കുന്നതിന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കുഞ്ഞിന് വേണ്ടി. ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങുന്നിടം വരെ ഞാൻ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ രാവിലെ ആയപ്പോഴത്തേക്കിന് ഞാൻ ഒന്ന് വിളിച്ചപ്പോഴത്തേക്കും പറഞ്ഞ് കുഞ്ഞിന് 200 പിന്നെ ഡിഗ്രി സെൽഷ്യസ് ചൂടുണ്ടായിരുന്നു. പിന്നെ ഹാർട്ട് ബീറ്റ് അങ്ങ് കൂടുതലായിരുന്നു, 200 ആയിരുന്നു. വരെ 150 ആവാവൂ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ്. പക്ഷെ എല്ലാം ടെമ്പറേച്ചറും കുറഞ്ഞ് പിന്നെ ഹാർട്ട് ബീറ്റ് 160 പിന്നെ കുഞ്ഞ് പാലൊന്നും കുടിക്കത്തില്ലായിരുന്നു. പിന്നെ ഇപ്പം അവര് വന്നപ്പോഴെല്ലാം പറഞ്ഞ് പാലെല്ലാം കുടിച്ചു തുടങ്ങി കുഞ്ഞ്. പക്ഷെ എന്നാലും ICUയിൽ കിടത്തണമെന്ന് പറഞ്ഞു. പക്ഷെ ഈ കുഞ്ഞല്ലെങ്കിൽ ഈ ട്യൂബ് ഇട്ടേക്കാണ് മൂക്കില്. അന്നേരം അതെല്ലാം വലിച്ചു പറിക്കുമെന്ന് വിചാരിച്ച ഡോക്ടർ പറഞ്ഞ് 2 ദിവസം എന്തോലും കിടക്കട്ടെ. പക്ഷെ അവരതെല്ലാം യൂറിനും മോഷനും എല്ലാം പോയി തുടങ്ങി. എന്നിട്ടേ അവർക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷെ അതെല്ലാം പോയി തുടങ്ങി. ഞാൻ കുഞ്ഞിന് വേണ്ടി തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. 39 ദിവസമേ ആയുള്ളൂ കുഞ്ഞിന്. അതിന്റെ ബ്രദറെ അവൻ പോയിട്ട് ആ കുഞ്ഞിന്റെ ഫാദർ പോയിട്ട് ഈ 30-ാം തീയതിയാണ് പോയത്. അവൻ കേറി. അവൻ ഈ സീരിയസ് ആയതുകൊണ്ട് അവനെ വരുത്തി ഇന്നലെ ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ പോവായിരുന്നു. എത്ര അത്ഭുതമാണെന്ന് വിശ്വസിക്കാൻ കഴിയത്തില്ല. തീർച്ചയായിട്ടും കർത്താവ് ഇന്ന് സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ അത്രയും വലിയ സീരിയസ് ആയിട്ട് ആ കുഞ്ഞിന്റെ മേൽ വന്നു, അത്രയും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. പക്ഷേ ഇന്ന് പ്രാർത്ഥന ഒരു ആയുധമാണ്. പ്രാർത്ഥിക്കുന്നവൻ ബലശാലിയാണ്, വിശ്വാസ വീരനാണ്. ഇന്ന് പ്രാർത്ഥിച്ചു, ദൈവം അതിൻ്റെ മേൽ പ്രവർത്തിച്ചു. ഇന്ന് കർത്താവിൻ്റെ കൃപയാൽ സാക്ഷ്യം പറയുവാൻ ദൈവം ഇടയാക്കി. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ഇനിയും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ആമേൻ. കർത്താവിൻ്റെ കേട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ?
ആമേൻ. നിങ്ങൾ പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയേക്കുന്നത്? മറ്റാരുമില്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. മ്യൂട്ട് മാറ്റിയത് പറയാൻ വേണ്ടിയാണോ, അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്യുക? പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ. ബ്രദറെ, ഞാനേ കേട്ടില്ല. എനിക്കൊരു ഹലോ, കുഞ്ഞ് വിളിക്കണേ. ബ്രദറെ കിട്ടുന്നില്ല, റേഞ്ച് കട്ടാകുന്നുണ്ടല്ലോ. ഇപ്പൊ കിട്ടുന്നുണ്ടോ ബ്രദർ? ആ പറഞ്ഞോ. ഇപ്പൊ കിട്ടുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. ഞാൻ എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് ഗീവൻ എന്നാണ്. ഇപ്പൊ 2 ആഴ്ചയായിട്ട് തുടർച്ചയായിട്ട് ബ്രദറിന്റെ പ്രസംഗങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഹലോ, കേൾക്കുന്നുണ്ട് ബ്രദറെ, പറഞ്ഞോ. ഹലോ, ഞാൻ കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. കേൾക്കുന്നുണ്ട്. 2 ആഴ്ചയായിട്ട് കേൾക്കുന്നുണ്ടോ ബ്രദറെ? ക്ലിയർ അല്ല, ഇടയ്ക്ക് കട്ടാകുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ആ പറഞ്ഞോ. ഇപ്പൊ കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. ഓക്കെ. അപ്പോ ഓക്കെ, എന്റെ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഹൃദയ സാമ്പത്തികമായിട്ട് പിന്നാക്കത്തിലുള്ള വ്യക്തിയാണ്. രണ്ടാമത്തത് ഒരുപാട് കടബാധകളുണ്ട്. അപ്പൊ അതിനേക്കാൾ ഉപരി എന്റെ വീട്ടിലേക്ക് ഞാൻ ബ്രദറെ, എനിക്ക് വോയിസ് ബ്രേക്ക് ആകുന്നുണ്ട് ബ്രദറെ. ഈ ഭയങ്കര എരപ്പാ കേൾക്കുന്നത് കൂടുതലും. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം, പക്ഷെ സംസാരിക്കുമ്പോൾ ഭയങ്കര എരപ്പാ വരുന്നത്. ഓക്കെ, ഇപ്പൊ കേൾക്കണില്ലേ? ഇപ്പൊ കേൾക്കാം. അപ്പോ ഇന്ന് എന്റെ ആചോദനം കേൾക്കുന്നുണ്ട്. ആൻജിയോഗ്രാം കഴിഞ്ഞു. ആ ക്ലിയർ അല്ലല്ലോ ബ്രദറെ. ബ്രദറെ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നുണ്ടോ ബ്രദറെ? ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹെഡ്സെറ്റ് ഒന്ന് റിമൂവ് ചെയ്യാവോ? ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. ഇപ്പൊ കേൾക്കാമോ ബ്രദറെ? ഇപ്പൊ കേൾക്കാം ബ്രദറെ, പറഞ്ഞു. ഹലോ, കേൾക്കുന്നുണ്ട് ബ്രദറെ, പറഞ്ഞു. ഓക്കെ. അപ്പോ ഇന്ന് ആൻജിയോഗ്രാം കഴിഞ്ഞപ്പോ 4 ബ്ലോക്കാണ് ഉള്ളത്. അപ്പോ ബൈപ്പാസ് സർജറിയാണ് പറഞ്ഞിരിക്കുന്നത്. ഡേറ്റ് തന്നിട്ടില്ല. ഒന്ന് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കണു. പിന്നെ ഞാനിന്ന് ബ്രദർ പറഞ്ഞ പോലെ തന്നെ വചനം പറഞ്ഞുകൊണ്ടാണ് എല്ലാ ചെക്കിങ്ങിനും ഞാൻ ഇരുന്നത്. ക്രിസ്തുവിന്റെ മുറിയാൽ എൻ്റെ സൗഖ്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇരുന്നത് തന്നെയല്ല, എന്നോടൊപ്പം 19 പേരോളം ആൻജിയോഗ്രാം ചെയ്യാനാണ്. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ബ്രദറെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് ബ്രദറെ, പറഞ്ഞു. അപ്പോൾ ഇനി തുടർന്നുള്ള പൊസിഷൻ എനിക്ക് എന്താണെന്നും ദൈവത്തിൽ എനിക്ക് വിശ്വാസം ഒന്നുമില്ല. ആ വിശ്വാസം വചനം മുറുകെ പിടിച്ചുകൊണ്ട് പോവുക. തീർച്ചയായിട്ടും ബ്രദർ ഇനി ചെയ്യേണ്ട ഒറ്റ കാര്യം, ബ്രദറിന് മരുന്ന് കഴിക്കുന്നത് പോലെ തന്നെ ബ്രദർ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വചനം ഇതിങ്ങനെ മനസ്സിൽ കുറിക്കണം. എൻ്റെ ഈ ഹാർട്ടിൻ്റെ പ്രോബ്ലത്തിനുള്ള മരുന്നാണ്, ഞാൻ കണ്ട ഡോക്ടറാണ് യേശു തന്നെ പറഞ്ഞു, ഞാൻ നല്ല വൈദ്യനാണ് പറഞ്ഞത്. ഞാൻ യേശുവിനെ കണ്ടു, യേശു എനിക്ക് തന്ന മരുന്നാണ് വചനം. ഈ മരുന്ന് 3 നേരം, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട്, ഞാൻ പറഞ്ഞത് ഇത് ഏറ്റവും കൂടുതൽ ഭക്ഷിക്കണം. ഞാനൊരു സമയം പറഞ്ഞത് നമുക്കൊരു ഓർഡർ കിട്ടാൻ വേണ്ടിയാണ്. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഈ രോഗത്തെ നോക്കി വേണം, കർത്താവിൻ്റെ തിരുമുറിവിനാൽ എൻ്റെ ഹാർട്ട് പ്രോബ്ലത്തിൻ്റെ അകത്ത് ഒരു സർജറിയും കൂടാതെ യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എത്ര നേരം പറയാവോ, എത്ര സമയം പറയാവോ, ഒന്നും കുഴപ്പമില്ല. ഇഷ്ടമുള്ള സമയത്തോളം പറയാം. ഏറ്റവും കുറഞ്ഞതെങ്കിലും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ ബ്രദറെ, ഒരു മരുന്ന് കഴിക്കുന്ന മനോഭാവത്തിൽ ഈ വചനം പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, പുതിയ ഹാർട്ട് അവിടെ ഉണ്ടായിരിക്കും. ബുദ്ധിക്ക് അപ്പുറമാണ്, ബുദ്ധിക്ക് അസാധ്യമാണ്. കേൾക്കുന്നവർക്ക് ചിരി വരും, പക്ഷെ കർത്താവിന് ചിരി വരത്തില്ല. ദൈവത്തിന്റെ വിശ്വാസിക്കും ചിരി വരത്തില്ല. അവർ ആമേൻ പറയും. ബ്രദർ പറഞ്ഞു, കർത്താവ് അത് ചെയ്തിരിക്കും കേട്ടോ. ഇതാണ് ബ്രദറിനെ പറ്റിയുള്ള കർത്താവിന്റെ പ്ലാൻ. അതുകൊണ്ട് ധൈര്യത്തോടെ ബ്രദർ മൂവ് ചെയ്തോ, കർത്താവ് കൂടെയുണ്ട് കേട്ടോ.
ഹലോ പറഞ്ഞു. എന്തോ ഹലോ പറഞ്ഞു 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 ബ്രദറെ, ഇത് തൃശ്ശൂരിൽ നിന്നാണേ. പറഞ്ഞു സിസ്റ്ററെ. ഞാൻ കുറച്ച് ഒരു 2 വീക്സ് ആയുള്ളൂ ഞാൻ ബ്രദറിന്റെ ഈ ട്രൂ ലൈറ്റിലേക്ക് കയറാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഞാൻ കേറിയപ്പം ഞാൻ ഇങ്ങനെ വചന സന്ദേശം തന്നെ ഇങ്ങനെ, അപ്പൊ വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ഈ വചനത്തിൽ കൂടി ഇങ്ങനെ എനിക്ക് കുറച്ച് സാക്ഷ്യം പറയാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വചനം ഉരുവിടാനും അത് പഠിക്കാൻ തന്നെ പറയുകയും ഒക്കെ ചെയ്തു തുടങ്ങിയപ്പം എനിക്ക് എൻ്റെ ഒരു സുഹൃത്തിന് ക്യാൻസർ സ്പ്രെഡായി, 4ാമത്തെ സ്റ്റേജായി, മോണയിൽ കൂടിയൊക്കെ ചോര വന്നു. ഡോക്ടർ ഗംഗാധറിന്റെ ചികിത്സയിലായിരുന്നു, യാതൊരു രക്ഷയില്ല. പിന്നെ വളരെ വീക്കായി ആള്. ഒടുവിൽ മരുന്നും പോലും എടുക്കാൻ പറ്റാത്ത സ്റ്റേജായി. വയറിളക്കം, ഇങ്ങനെ ഇരിക്കുന്ന ഞങ്ങള് തൃശ്ശൂരാണ്, അവര് പെരുമ്പാവൂരാ. പക്ഷെ ഞാനിത് അറിഞ്ഞപ്പോ യാതൊരു രക്ഷയില്ലാന്ന് അറിഞ്ഞപ്പോ ഞാനിവിടെ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണം എന്ന് ദൈവാത്മാവ് തോന്നിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആളെ വിളിച്ചിട്ട് ഇങ്ങനെ ഞാൻ ചോദിച്ചു, നിങ്ങള് എവിടെയും അവർക്കൊരു ഫെയിലിയറാണ്, അപ്പൊ നിങ്ങൾ വിശ്വസിക്കുമോ, കർത്താവിൽ വിശ്വസിക്കുമെങ്കിൽ പറയുന്ന വചനം ബ്രദർ ഇതിൽ പഠിപ്പിച്ച വചനം പറഞ്ഞു കൊടുക്കുക. ബ്രദർ പറഞ്ഞു തന്ന വചനം പറയുക ചെയ്തത്. 118 സങ്കീർത്തനത്തിന്റെ 6-ാം വചനം, യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു, യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവിച്ചിരുന്ന യഹോവയുടെ അത്ഭുത പ്രവൃത്തികളെ വർണ്ണിക്കും. ഇത് പറയിപ്പിച്ചു. പിന്നെ അതുപോലെ തന്നെ ഈ മലയോട് വിശ്വാസത്തോടെ മാറി പോകാന്ന് പറഞ്ഞ മല നമ്മെ അനുസരിക്കും. ഇങ്ങനെയൊക്കെയുള്ള വചനങ്ങൾ പറഞ്ഞു കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. 1 വീക്ക് കഴിഞ്ഞപ്പോ അവരിങ്ങോട്ട് ഞാൻ ലൈവില് വിളിക്കുക ചെയ്തത്. എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്ന സാഹചര്യം അല്ലായിരുന്നു. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, 1 വീക്ക് കഴിഞ്ഞപ്പോ അവര് വിളിച്ചിട്ട് പറഞ്ഞത് എങ്ങനെയാണ്, കൗണ്ടെല്ലാം വളരെ ഡൗൺ ആയി പോയായിരുന്നു. കൗണ്ട് നോർമലായി, വയറിളക്കം നിന്നു, മോണയിലെ ബ്ലീഡിങ് നിന്നു. അതുപോലെ തന്നെ ടെസ്റ്റില് ഇത് കൗണ്ട് നോർമലായി തന്നെ വലിയൊരു അത്ഭുതമാണ്. പിന്നെ ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞു, കണ്ടിരുന്ന ശ്വാസകോശത്തിലേക്കൊക്കെ സ്പ്രെഡായി ക്യാൻസർ. അപ്പോ ഇത് ചുരുങ്ങിപ്പോയി എന്ന് പറഞ്ഞു ഡോക്ടർ. അപ്പൊ ഇത് ഞാൻ പഠിച്ചത്, ഇത് ബ്രദറിന്റെ ഈ ട്രൂ ലൈറ്റിൽ ഞാൻ വളരെ വിശ്വാസത്തോടു കൂടി, ഇത് മാത്രല്ല വേറെ 1-2 വലിയ അനുഗ്രഹങ്ങൾ കൂടെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്റെ മക്കളുടെ വിഷയം കൂടെ ഞാൻ ഇതിനകത്ത് ചാറ്റ് ചെയ്യുമായിരുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നും പറഞ്ഞ്. എന്നാൽ അത്ഭുതകരമായ മോളിപ്പോ 35 കഴിഞ്ഞു. അപ്പൊ അവൾക്ക് 2nd പ്രഗ്നൻസി ആണെന്ന് അറിഞ്ഞു. അത് വളരെ എന്താ പറയാ, അവൾക്ക് ഇനിയിപ്പോ ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ അവൾക്ക് ഓവറിയൻ സിസ്റ്റം അങ്ങനെയൊക്കെ PCOD ഒക്കെ ഉള്ളത് കൊണ്ട് അത് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഒരു ഉണ്ടാകുമോ എന്നുള്ള ഭാരമായിരുന്നു. പക്ഷെ എന്തായാലും ദൈവം വലിയൊരു അത്ഭുതമാണ് അവിടെ പ്രവർത്തിച്ചിരിക്കുന്നത്. അങ്ങനെ പല വിഷയങ്ങൾക്കും എനിക്ക് ഈ ഈ മീറ്റിംഗിൽ ഞാൻ എനിക്ക് സൂമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ ആഡൊന്നും ആയിട്ടുണ്ടായില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം എനിക്ക് ആഡാവണമെന്ന് തോന്നിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. വലിയ അനുഗ്രഹമായിരുന്നു. വളരെ സന്തോഷത്തോടു കൂടിയും ആഗ്രഹത്തോടു കൂടിയും പ്രാർത്ഥനയോടു കൂടിയാണ് ഞാൻ ഇതിൽ പങ്കെടുക്കുന്നത്. തുടർന്നും പ്രാർത്ഥനയെ ചോദിക്കുന്നു. തീർച്ചയായിട്ടും കർത്താവ് എന്ന് പറഞ്ഞ പോലെ തന്നെ ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം കൃപ കൊടുത്തു. അവർ റിസൾട്ട് അനുകൂലമായി കാണുവാൻ കർത്താവ് കൃപ കൊടുത്തു. കർത്താവിന്റെ വചനം അവരോട് പറഞ്ഞു കൊടുത്തു. അതിന്റെ സാക്ഷ്യമായി എന്ന് പറയുവാൻ ദൈവം ഇടയാക്കി. ഇസ്രായേൽ ഇനി അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവിന്റെ കൃപയിൽ കൈവച്ച് അങ്ങനെ പ്രാർത്ഥിച്ചോണം. അനേകരുടെ വിടുതലിനായിട്ട് ദൈവം ഉപയോഗിക്കും. ഇനിയും പ്രാർത്ഥിക്കുക. കർത്താവ് ശക്തിയായിരിക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു. കർത്താവ് തൊട്ടതിന് നന്ദി, സൗഖ്യമാക്കിയതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഇസ്രായേൽ. ആമേൻ. കർത്താവിലേക്ക് എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു പെട്ടെന്ന് തന്നെ പറഞ്ഞു. എന്തോ എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറയട്ടെ? പറഞ്ഞു. എന്റെ കൊച്ചുമോന് പനിയായിട്ടിരിക്കുവായിരുന്നു. പനി ഉണ്ടായപ്പോ ഞാൻ പിന്നെ അവൻ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ ബ്രദർ പറഞ്ഞ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച യേശുക്രിസ്തുവിന്റെ തിരുമുറിവിനാൽ എന്റെ കുഞ്ഞിന് സൗഖ്യം വന്നിരിക്കുന്നു അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് അവനെ
സൗഖ്യമായി. പിന്നെ ഇപ്പോഴവനും അതും പറഞ്ഞുകൊണ്ട് നടക്കും അങ്ങനെ. ആമേൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു പ്രാർത്ഥനാ വിഷയം കൂടെ ഉണ്ട്. എന്റെ രണ്ടാമത്തെ മോളെ കുടുംബജീവിതത്തിന് ഒരു പ്രയാസങ്ങളൊക്കെ നേരിട്ടിരിക്കുന്നു. അതിനു വേണ്ടി ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും കർത്താവ് അതിന്റെ മേൽ പ്രവർത്തിച്ചു കഴിഞ്ഞു. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഇന്ന് പറഞ്ഞ പോലെ തന്നെ മകന് വേണ്ടി പ്രാർത്ഥിച്ചു, കുഞ്ഞിനെ സൗഖ്യമാക്കി. കർത്താവിന്റെ തിരുമുറിവിൽ സൗഖ്യം വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ധൈര്യത്തോടെ ഇരുന്നോണം. ആ മകളുടെ ഭാവിയെ കർത്താവ് അത്ഭുതമാക്കി മാറ്റും. കർത്താവിനെ സ്തുതിക്കും. ഏറ്റവും വലിയ സാക്ഷ്യം അങ്ങനെ തന്നെ പറഞ്ഞോണം. കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുമെന്ന് പറഞ്ഞോണം. അങ്ങനെ തന്നെ നടക്കും കേട്ടോ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് രണ്ടാളുകൾ വേഗത്തിൽ സാക്ഷ്യമുള്ളവർ പറഞ്ഞാട്ടെ. നമ്മൾ പ്രാർത്ഥന പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ബ്രദറെ 86 മെയ് ബ്രദർ പറഞ്ഞല്ലോ, അത് എൻ്റെ മകളുടെ ജന്മദിനമാണ്. അവൾക്ക് ദൈവം തൊട്ടതായിട്ടുള്ള ദേവദാസൻ പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം അവൾക്ക് അത് തന്നെ നടക്കുന്ന കാര്യങ്ങളാണ്. അവൾക്ക് ഭയമാണ്, വളരെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും ഇരിക്കുന്നു. അവിടെ സർട്ടിഫിക്കറ്റുകളൊക്കെ കളഞ്ഞുപോയി. അത് ആധാർ കാർഡൊക്കെ ഉണ്ടാക്കാൻ സാധിച്ചു. ഇനി സർട്ടിഫിക്കറ്റുകളൊക്കെ കിട്ടണം. അതിനുള്ള ദൈവം തൊടുന്നു ദേവദാസൻ പറഞ്ഞുവല്ലോ, അപ്രകാരം അവൾക്ക് വിശ്വാസം കുറവാണ്. വിശ്വാസം കൂടുതലായി ഉണ്ടാകുവാനും ദേവദാസന്റെ പ്രാർത്ഥന വീണ്ടും ചോദിക്കുന്നു. തീർച്ചയായിട്ടും കർത്താവ് അവിടെ അത്ഭുതം ചെയ്യും. ധൈര്യത്തോടെ ഇരുന്നോണം. കർത്താവിന്റെ വലിയ പ്രവർത്തികൾ വെളിപ്പെടുക തന്നെ ചെയ്യും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? ഒരാളുണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞു. സാക്ഷ്യമുള്ളവര് പറഞ്ഞു. ഞാനിത് എറണാകുളത്ത് നിന്നാണേ. പറഞ്ഞു. കൊറേ ദിവസമായിട്ട് അമ്മക്ക് തലകറക്കം വന്നു. നമുക്ക് ഷുഗറും എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് തലകറക്കം ഇങ്ങനെ മാറണില്ലായിരുന്നു. അപ്പൊ ഞാൻ എന്റെ തലയിൽ തന്നെ കൈവച്ച് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാണ്, യേശുവിന്റെ തിരുമുറ നമുക്ക് സൗഖ്യം വന്നിരിക്കണു. അപ്പൊ അത് ഇപ്പൊ കുറെ ദിവസമായിട്ട് പള്ളിയിലും വരൂല. അപ്പൊ ഇപ്പൊ കഴിഞ്ഞ ഇന്നലെ അമ്മ പള്ളിയിൽ വരാനും പറ്റി. നമുക്കിപ്പോ തലകറക്കം വളരെ നല്ല രീതിയിൽ കുറവുണ്ട്. അപ്പൊ യേശുവിന് വലിയ നന്ദി പറയണം. എല്ലാം മാത്രം യേശുവിന് തന്നെ നന്ദി കർത്താവേ. അങ്ങ് പറഞ്ഞു. സാക്ഷ്യം കൂടി പറഞ്ഞു. അതായത് കുറച്ചു മുമ്പ് ബ്രദർ പറഞ്ഞാണ് ഈ പെടലിയുടെ ഇവിടെ കൈവച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് സൗഖ്യം ലഭിക്കുന്നതായിട്ട്. അപ്പൊ അത് ഞാനും പെടലിക്ക് കൈവച്ചിരിക്കണേ. കാരണം വെച്ചാൽ ഞാൻ തയ്യപ്പണിയാണ്. അപ്പൊ എനിക്ക് പെടലിങ്ങനെ താഴ്ത്തിക്കണോണ്ട് എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. അപ്പൊ ഞാൻ അതും ഇപ്പോ എനിക്കത് നല്ലപോലെ പെടലി അനക്കാൻ വലിയ കുഴപ്പമില്ല. അത് വളരെ ഞാൻ സൗഖ്യപ്പെട്ടിരിക്കുന്നു. എല്ലാവരും നന്ദി ഈശോയ്ക്ക്. നന്ദി കർത്താവെ. അങ്ങ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി. പ്രിയ സഹോദരനും പ്രിയ മാതാവിനും കൊടുത്ത സൗഖ്യത്തിന് നന്ദി പറയുന്നു. അങ്ങ് തൊട്ടതിന് നന്ദി, അങ്ങ് വെടിവെച്ചതിന് നന്ദി. അനേകർക്ക് വേണ്ടി ഇനിയും പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ വലിയ സ്പർശനമാണ്. നമുക്ക് ഒരുമിച്ച് എന്ന പ്രാർത്ഥനയുടെ മുന്നോട്ട് എനിക്കറിയാം സാക്ഷ്യം പറയാൻ ഒത്തിരി ഉണ്ട്. വരും ദിവസങ്ങളിൽ നമുക്ക് തുടർച്ചയായിട്ട് കേൾക്കാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ഈ സമയത്ത് നമുക്ക് ലൈവിൽ കാണുന്നവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാം. വരും ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥനകളിൽ ജോയിൻ ചെയ്യുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് സൗഖ്യത്തോടെ അത്ഭുതത്തോടെ നടത്തും. ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന ഒരു വചനങ്ങളും മിസ്സാക്കരുത്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ അവസ്ഥ മാത്രമല്ല, കുടുംബത്തിൻ്റെ അവസ്ഥയെ, നിങ്ങളായിരിക്കുന്ന പട്ടണത്തിൻ്റെ അവസ്ഥയെ മാറ്റുവാൻ നിങ്ങളുടെ മേൽ ശക്തി വ്യാപരിക്കുന്നുണ്ട്. രാജ്യങ്ങളെ തൊടുവാനുള്ള ശക്തി നിങ്ങളിൽ വ്യാപരിക്കുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്ന കൃപയ്ക്ക് നന്ദി. വലിയ പ്രവർത്തികളെ ചെയ്യുന്നതിൽ വലിയ അത്ഭുത സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങളിൽ കേൾക്കുന്നു, ഇനിയും കേൾക്കും. അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് ഒരുമിച്ച് വിശ്വാസം